നമസ്കാരം. ബയോ ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിറ്റ് 6 സ്റ്റാർട്ട് ചെയ്യാണ്. സിസ്റ്റം ഫിസിയോളജി പ്ലാന്റ്. ഓക്കെ, അതിൽ ഏതൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. യൂണിറ്റ് 6 പാർട്ടിൽ വരുന്നത് ഫോട്ടോസിന്തസിസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിന്റെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ്, മെക്കാനിസംസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്, ഫോട്ടോ പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ്, കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ, C3, C4 ആൻഡ് CAM പാത്വേസ്. ഇത്രയാണ് നമ്മൾ ടോപ്പിക്കിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ബോട്ടണി ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആൾക്കാർക്ക് കൂടി വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് മാക്സിമം മൈന്യൂട്ട് ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡോണ്ട് സ്കിപ്പ് ദിസ് ടോപ്പിക്. ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണത്. സിസ്റ്റം ഫിസിയോളജി പ്ലാന്റ് എന്ന് പറയുന്നത്. യു ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് സി പാർട്ടിലും ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ബി പാർട്ടിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അങ്ങനെ തന്നെ നമുക്ക് ഒരു മോർ ദാൻ 20 യു ക്യാൻ സ്കോർ ഔട്ട് ഓഫ് ദിസ് ടോപ്പിക്. സോ പേ അറ്റൻഷൻ. സിമ്പിൾ ആണ്. ഒരു നമ്മൾ ഹയർ സെക്കൻഡറീസിൽ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് തന്നെയാണ്. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫോട്ടോസിന്തസിസ് എന്താണ്? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വളരെ ചെറിയ ക്ലാസ് മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സിന്തസിസ് യൂസിങ് ലൈറ്റ് അല്ലെ. സിന്തസിസ് യൂസിങ് ലൈറ്റ് ആണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്നുള്ളതിന്റെ വേർഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കാൻ പോകുന്നത്. More specifically, light energy drives the synthesis of carbohydrates and generation of oxygen from carbon dioxide and water. Okay, നമ്മൾ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ലൈറ്റ് എനർജി. ഓക്കെ, എങ്ങനെയാണ് പ്ലാന്റ്സ് കാർബോഹൈഡ്രേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ദേ ആർ ടേക്കിംഗ് എനർജി ഫ്രം ദി സൺലൈറ്റ്. ഓക്കെ, സൺലൈറ്റ് പിന്നെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡ്. സോ ഈ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡിനെ ഫിക്സ് ചെയ്തിട്ട് എന്താണ് പറയുക, ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് പ്ലാന്റ്സിന്റെ വർക്ക് എന്ന് പറയുന്നത്. ടു ഡു ദാറ്റ് ദേ ആർ ടേക്കിംഗ് എനർജി ഫ്രം സൺലൈറ്റ്. ഓക്കെ, നമ്മുടെ അതിന്റെ സ്റ്റോക്യോമെട്രി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് 6 കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ gives glucose plus oxygen. ഇത് എവിടെയാണ് നടക്കുന്നത്? ക്ലോറോഫിൽ. ഓക്കെ, ക്ലോറോഫിൽ ആണ് ഇത് നടക്കുന്നത്. ക്ലോറോഫിൽ, ദാറ്റ് ഇസ് ദ പിഗ്മെന്റ്. നമ്മൾ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സോ ഇൻ സിമ്പിൾ, ദിസ് ഇസ് ദ പ്രോസസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. സിന്തസിസ് യൂസിങ് ലൈറ്റ് എനർജി. ഓക്കെ, എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫോട്ടോസിന്തസിസ് നോക്കാം. അനോക്സിജനിക് ഫോട്ടോസിന്തസിസ് ഉണ്ട്. നമുക്കറിയാം ഫോട്ടോസിന്തസിന്റെ റിസൾട്ട് എന്താണ്? എൻഡ് പ്രോഡക്റ്റ്, വൺ ഓഫ് ദി എൻഡ് പ്രോഡക്റ്റ് ഇസ് ഓക്സിജൻ അല്ലെ. സോ അനോക്സിജനിക്കില് ദ ഫൈനൽ പ്രോഡക്റ്റ് ഇസ് നോട്ട് ഓക്സിജൻ. ദാറ്റ് ഇസ് കോൾഡ് അനോക്സിജനിക്. ഓക്കെ, ആരൊക്കെയാണ് അനോക്സിജനിക് ഫോട്ടോസിന്തസിസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് നമ്മളെ ഗേറ്റും ജാം എക്സാമിനൊക്കെ യു ക്യാൻ എക്സ്പെക്ട് ദിസ് ക്വസ്റ്റ്യൻസ് ഫോർ ദാറ്റ്. ഓക്കെ, അനോക്സിജനിക് ബാക്ടീരിയൽ ഗ്രൂപ്സ്. ഓക്കെ, ആരൊക്കെയാണ്? ഫസ്റ്റ് വന്നിട്ട് പർപ്പിൾ ബാക്ടീരിയ, ദെൻ ഗ്രീൻ സൾഫർ ബാക്ടീരിയ, ദെൻ ഗ്രീൻ നോൺ സൾഫർ ബാക്ടീരിയ ആൻഡ് ഹെലിയോ ബാക്ടീരിയ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഗേറ്റ് ജാമിലൊക്കെ യു ക്യാൻ എക്സ്പെക്ട് ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അനോക്സിജനിക് രണ്ട് ടൈപ്പ് ഫോട്ടോസിന്തസിസ് ആണുള്ളത്, ഓക്സിജനിക് ആൻഡ് അനോക്സിജനിക്. ഓക്കെ, അനോക്സിജനിക് ബാക്ടീരിയാസ് ആർ പർപ്പിൾ ബാക്ടീരിയ, ഗ്രീൻ സൾഫർ ബാക്ടീരിയ, ഗ്രീൻ നോൺ സൾഫർ ബാക്ടീരിയ ആൻഡ് ഹെലിയോ ബാക്ടീരിയ. ഓക്കെ, ഇനി എന്താണ് ഓക്സിജനിക് എന്നുള്ളത് നോക്കാം. Oxygenic photosynthesis is found in cyanobacteria, 7 groups of algae and essentially all land plants. Okay, oxygenic photosynthesis, cyanobacteria, plants and 7 groups of algae. Okay, ഇതാണെങ്കിലും ഈ ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിലും
they are taking the energy from sunlight. So our sunlight in a chemical energy to convert to cheyan, what they are using is they are using pigments. Okay, these two types of photosynthesis share similarities in the types of pigments they use to trap light energy, but they differ in the arrangement and action of these pigments. That's the difference in the parinada. Whether it is an oxygenic or oxygenic, the pigments they are using to convert light energy to chemical energy are same. Only difference is in the arrangement and mode of action. Okay, ഇതാണ് മെയിൻ ആയിട്ടുള്ള types of photosynthesis എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇനി ഓക്സിജനിക് ഫോട്ടോസിന്തസിസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വേർ ഈസ് ദി ലൊക്കേഷൻ എക്സാക്ട്ലി? നമുക്ക് എല്ലാവർക്കും അറിയാം ലീഫ് അല്ലെ. ലീഫിലാണ് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ലീഫിൽ എവിടെയാണെന്ന് നോക്കാം. ലീഫിൽ തന്നെ നമുക്ക് അതിന്റെ മോർഫോളജി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എപ്പിഡെർമിസ് ലെയർ ഉണ്ട്, മിസോഫിൽസ് ഉണ്ട്, പാലിയോസെഡിക് സെൽസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സെൽ ഓർഗനൈസേഷൻ ഒരു ലീഫിന്റെ അകത്തുണ്ട്. അതിൽ പെർട്ടിക്കുലർ ആയിട്ട് most active photosynthetic tissue in higher plants is the mesophyll of leaf. Mesophyll cells of the leaf ആണ് എന്താണ് ഫോട്ടോസിന്തസിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, mesophyll cells have many chloroplasts. എന്താണ് mesophyll cellsന്റെ പ്രത്യേകത? ഇത് എപ്പിഡെർമിസ് ആണ്, ഇതാണ് മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, മീസോഫിൽ സെൽസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അതിന്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മീസോഫിൽ സെൽസില് ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ദാറ്റ് ഇസ് ദ ഓർഗനൽ വിച്ച് കണ്ടെയ്ൻ ഗ്രീൻ പിഗ്മെന്റ് കോൾഡ് ക്ലോറോഫിൽ. ഓക്കെ, മീസോഫിൽ സെൽസില് ക്ലോറോപ്ലാസ്റ്റില് ക്ലോറോഫിൽസിലാണ് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ, നമ്മൾ ലീഫിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദിസ് മെസോഫിൽ സെൽസ്. ഓക്കെ, അതിന് ഒരു സെപ്പറേറ്റ് സെല്ലായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ സോ മെനി ക്ലോറോപ്ലാസ്റ്റ് ഇൻ ദിസ് മെസോഫിൽ സെൽ. ഓക്കെ, ഇനി എന്താണ് മെസോഫിൽ സെല്ലില് എന്താണ് പറയാ ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് കാണാം. മെസോഫിൽ സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ആ ഒരു ഇൻഡിവിജ്വൽ ക്ലോറോപ്ലാസ്റ്റിനെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദി structure of this chloroplast. Okay, ഇനി ഇതിന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് എക്സാക്ട് മോഡ് ഓഫ് ഫോട്ടോസിന്തസിസ് നമുക്ക് കൂടുതലായിട്ട് ക്ലിയർ ആവുന്നത്. സോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഫില്, മെസോഫിൽ സെൽസില്, ക്ലോറോപ്ലാസ്റ്റില്, ഓക്കെ, ക്ലോറോഫിൽ മോളിക്യൂൾസിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, സി ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഇസ് ദി സ്ട്രക്ചർ ഓഫ് ദി ലീഫ്. ഓക്കെ, ദെൻ ലീഫാണ്, അതിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടെങ്കിൽ യു ക്യാൻ സി ക്യൂട്ടിക്കൽ, എപ്പിഡെർമിസ്. ഇതാണ് മീസോഫിൽ സെൽസ്. കണ്ടോ, ഇതിനെയാണ് നമ്മൾ മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഒറ്റ ഇൻഡിവിജ്വൽ സെല്ലിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ദിസ് ഈസ് ദി പ്ലാന്റ് സെൽ. ഓക്കെ, അതിന് ന്യൂക്ലിയസ് ഉണ്ട്, അതർ ഓർഗനൈസ് എല്ലാം ഉണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ക്ലോറോപ്ലാസ്റ്റിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ദി സ്ട്രക്ചർ ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് നമ്മുടെ യുകാരിയോട്ടിക് ആനിമൽ സെൽസിലുള്ള മൈറ്റോകോൺട്രിയ ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്. മൈറ്റോകോൺട്രിയ ആയിട്ട് എന്താണെന്നറിയോ? അതിനൊരു ഇന്നർ ലെയറും ഉണ്ട്, outer layer ഉണ്ട്. Like our mitochondria, this chloroplasts also have one inner layer and outer layer. And also evolutionary belief അനുസരിച്ചിട്ട് this എന്താ പറയാ symbiotic prokaryotic symbiosis prokaryotic bacteria trapped in the eukaryotic cell എന്നാണ് ക്ലോറോപ്ലാസ്റ്റിനെയും മൈറ്റോകോൺട്രിയനെയും നമ്മൾ ബിലീവ് ചെയ്യുന്നത്. ബിക്കോസ് ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺട്രിയയിലും ഉള്ള വേറെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ദെയർ ഓൺ ജീനോം. ഓക്കെ, അവരുടെ എന്താ പ്ലാസ്മ മെംബ്രെയിനിലെ പ്രോട്ടീൻസിന്റെ സിന്തസൈസ് ചെയ്യാനുള്ള RNAs ഒക്കെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ജീൻസ്, ദേ ആർ ഡിറൈവിംഗ് ഇറ്റ് ഫ്രം ദെയർ ഓൺ ജീനോം. Okay, so gradually they lost all other genomic part.
ഓൺലി ദിസ് മച്ച് ജീനോംസ് ആർ പ്രസന്റ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺട്രിയ. അങ്ങനെയാണ് നമ്മളെ എവല്യൂഷണറി പ്രൂഫ് കാണിക്കുന്നത്. ഒരു സിംബയോട്ടിക് അസോസിയേഷനിൽ നിന്നാണ് ഈ ഒരു രണ്ട് ഓർഗനൽസും ഡെവലപ്പ് ആയിരിക്കുന്നത് എന്നാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ജേർണി ഇൻ ടു എ ലീഫ്. ഓക്കെ, a plant leaf possesses a thick layer of cells, the mesophyll, rich in chloroplast. Okay, the inner membrane of the chloroplast is organized into flattened structures called thylakoid disc. See, ഇവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെ ഡിസ്ക് ഷേപ്ഡ് അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ തൈലക്കോയിഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അവരുടെ അറേഞ്ച്മെന്റ് എന്താണ്? ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെയർ അറേഞ്ച്മെന്റ് ഇസ് സ്റ്റാക്ഡ് സ്ട്രക്ചർ, അല്ലെ? സ്റ്റാക്ഡ് ഇൻ ടു കോളംസ് കോൾഡ് ഗ്രാന. ഈ ഒരു സ്റ്റാക്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. The rest of the interior is filled with a semi-fluid substance called stroma. ഈ ഒരു ലിക്വിഡ് പാർട്ട്, അതായത് ഈ ഒരു ലിക്വിഡ് പാർട്ടിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലീഫിന്റെ ക്രോസ് സെക്ഷനിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ മെസോഫിൽ സെൽസ്. മെസോഫിൽ സെൽസിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന് നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ തൈലക്കോയിഡ് ഡിസ്ക്. ഓക്കെ, ഈ തൈലക്കോയിഡ് ഡിസ്കിലാണ് ഈ പിഗ്മെന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹൗ ദേ ആർ ഡൂയിങ് ദി ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി ആൻഡ് ഓൾ വി ക്യാൻ സീ ഫർദർ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് കാണിക്കുന്നത്. ഓക്കെ, ദ ഇന്റേണൽ മെംബ്രെയിൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് കോൾഡ് തൈലക്കോയിഡ് മെംബ്രെയിൻ. തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ഓവർ ഹിയർ ഇൻ ദിസ് ഡയഗ്രാം. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലെ, ഈ തൈലക്കോയിഡ് ഡിസ്ക് സ്റ്റാക്ക് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഈ സെയിം തൈലക്കോയിഡിന്റെ പാർട്ട് തന്നെയാണ് ഈ ഇന്നർ മെംബ്രെയിൻ ആയിട്ടും വരുന്നത്. യു ക്യാൻ സീ ഓവർ ഹിയർ ഇൻ ദിസ് ഡയഗ്രാം. യു ക്യാൻ സീ ഓവർ ഹിയർ ഈ തൈലക്കോയിഡിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, തൈലക്കോയിഡ് മെംബ്രെയിൻ ഈസ് എ കണ്ടിന്യൂസ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ organized into flattened sacs that are found stacked on one another in columns called grana. Okay, ഈ സ്റ്റാക്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഗ്രാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡയഗ്രത്തിലേക്ക് തന്നെ നോക്കാം. ഓക്കെ, എന്താണ്? ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട് അല്ലെ. ക്ലോറോപ്ലാസ്റ്റിന് ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. അവിടെ എന്താണുള്ളത്? തൈലക്കോയിഡ്സ് ഉണ്ട് അല്ലെ. ഒരു തൈലക്കോയിഡ്സ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഈ ഒരു സിംഗിൾ സെറ്റിനെയാണ് നമ്മൾ ഗ്രാനം എന്ന് പറയുന്നത്. ഇതൊരു ഗ്രാനം, ഇതൊരു ഗ്രാനം, ഇതൊരു ഗ്രാനം, അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റാക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഗ്രാനം എന്ന് പറയുന്നത്. ഈ തൈലക്കോയിഡിന്റെ ഈ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്, അതായത് ഈ തൈലക്കോയിഡിന്റെ ഔട്ടർ മെംബ്രെയിനും എന്ന് പറയുന്നത് എന്താണ്? ഇന്നർ മെംബ്രെയിനിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് അതിനെ തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. നമ്മൾ ഇത് എന്താ പറയാ, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡയഗ്രാം ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ തൈലക്കോയിഡിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഉണ്ട്, പിന്നെ ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. Okay, outer membrane, inner membrane and intermembrane space, same like our mitochondria അല്ലെ. മൈറ്റോകോൺട്രിയക്ക് ഇങ്ങനെ തന്നെയാണുള്ളത്. ഓക്കെ, പിന്നെ ഈ തൈലക്കോയിഡിന്റെ പുറത്തുള്ള ഈ ഒരു ഏരിയനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. സ്ട്രോമ ഇസ് എ aqueous fluid. ഓക്കെ, ദിസ് ഈസ് കോൾഡ് സ്ട്രോമ. ഈ ടെർമിനോളജി നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു പോയിന്റ് ആണിത്. സ്ട്രോമയും ല്യൂമനും തമ്മിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ്. സോ ബി വെരി വെരി ക്ലിയർ. ഇനി നമ്മൾ ഫെർദർ അങ്ങോട്ടേക്ക് മെക്കാനിസം പഠിക്കുന്ന സമയത്ത് ടുവേർഡ്സ് സ്ട്രോമ, ടുവേർഡ്സ് ല്യൂമൻ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ മൈൻഡിൽ വന്നിരിക്കണം. ഓക്കെ, ദെൻ ഈ തൈലക്കോയിഡ്, ഇതിനെയാണ് നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇങ്ങനെ തൈലക്കോയിഡ് സ്ട്രക്ചർ, തൈലക്കോയിഡ് ഇൻഡിവിജ്വൽ തൈലക്കോയിഡ്സ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാക്ക് ഓഫ് തൈലക്കോയിഡ് ഈസ് കോൾഡ് ഗ്രാനം. ഓക്കെ, സ്റ്റാക്ക് ഓഫ് തൈലക്കോയിഡ് ഈസ് കോൾഡ് ഗ്രാനം. ഓക്കെ, ഈ ഇൻഡിവിജ്വൽ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഒരു ഗ്രാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അനദർ സെറ്റ്, ഇത് അനദർ സെറ്റ്, അങ്ങനെ 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 ഡിഫറെന്റ് സെറ്റ് ഓഫ് ഗ്രാനം യു ക്യാൻ ഫൈൻഡ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഇനി ഈ തൈലക്കോയിഡിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനെയാണ് ദാ, see you can see over here, this fluid is called lumen. Inside the thylakoid you can find lumen. Okay, ഈ തൈലക്കോയിഡ് എവിടെയാണ് ഉള്ളത്? ക്ലോറോപ്ലാസ്റ്റിന്റെ ഇന്നർ മെംബ്രെയിനിലുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. തൈലക്കോയിഡിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ ലൂമൻ എന്ന് പറയുന്നത്. ഓക്കെ, you have to be very familiar with these terminologies. നമ്മൾ ഫോട്ടോസിന്തസിന്റെ ആക്ച്വൽ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രോമ അല്ലെങ്കിൽ ലൂമൻ എന്നുള്ള ടേം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സോ യു ഹാവ് ടു ബി വെരി ക്ലിയർ വിത്ത് ദിസ് ടെർമിനോളജി. ആ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഈച്ച് ഗ്രാനം ഈസ് കണക്റ്റഡ് ബൈ ലാമെല്ല. ഗ്രാനൽ ലാമെല്ല എന്നാണ് ഈ ഒരു കണക്ഷനെ പറയുന്നത്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയല്ല, ബട്ട് യു ഹാവ് ടു ബി വെരി ഫെമിലിയർ വിത്ത് ദി ലൊക്കേഷൻ. സോ ദെൻ ഓൺലി യു ക്യാൻ pick the points when I am explaining photosynthesis. So in simple, inner membrane, outer membrane, intermembrane space under stack of thylakoid is called granum. Okay, granum is surrounded by stroma. Thylakoid, inside the thylakoid you can find lumen. The connection between each granum is called lamella. Okay, adinte terminology onnum kudi parayana. Inner membrane called thylakoid membrane. Inner membrane is called thylakoid membrane. അത് എന്തുകൊണ്ടാണ് മനസ്സിലായല്ലോ? ഇറ്റ്സ് എ കണ്ടിന്യൂസ് സ്ട്രക്ചർ. അതുകൊണ്ടാണ് അതിനെ ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത്, തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. Then thickened regions are called thylakoids. Okay, ഈ ഒരു സ്റ്റാക്ഡ് റീജിയൻസിനെ കോയിൻ ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയുന്നത്. A stack of thylakoid is called a granum, plural grana. Okay, സ്ട്രോമ ഈസ് ദി ലിക്വിഡ് സറൗണ്ടിങ് ദി തൈലക്കോയിഡ്. ഈ ഒരു ഏരിയനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. ലൂമൻ ഇസ് ദി ഫ്ലൂയിഡ് ഇൻസൈഡ് ദി തൈലക്കോയിഡ്. ഈ ഒരു ഇൻസൈഡ് തൈലക്കോയിഡ് യു ക്യാൻ സീ ദി ഫ്ലൂയിഡ്. ഇറ്റ് ഈസ് കോൾഡ് എ ലൂമൻ. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഇനി നമ്മൾ ഫോട്ടോസിന്തസിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ 3 stages. ഓക്കെ, ഏതൊക്കെയാണ് സ്റ്റേജസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എന്താണ് വേണ്ടത്? First, we need energy from light. Okay, how we will get energy? We need an apparatus to capture the energy. Okay, the first step is called capturing energy from sunlight. Okay, എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? Using the energy to make ATP and to reduce the compound NADP plus an electron carrier to NADPH. Okay, ഇതാണ് സെക്കൻഡ് റിയാക്ഷൻ. നമ്മൾ ലൈറ്റ് ആക്സെപ്റ്റ് ചെയ്തു, ലൈറ്റ് നമുക്ക് കിട്ടി ഫ്രം സൺലൈറ്റ്, വി റിസീവ്ഡ് ലൈറ്റ്. ഓക്കെ, ആ ഒരു എനർജി, ബൈ മേക്കിംഗ് യൂസ് ഓഫ് ദാറ്റ് എനർജി, വാട്ട് ഓൾ തിങ്സ് വി ആർ ഡൂയിങ്, വി ആർ മേക്കിംഗ് ATP. പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? NADP പ്ലസിനെ നമ്മൾ NADPH ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, NADPH. ഓക്കെ, നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുക, ഡൊണേറ്റ് ചെയ്യുക എന്നൊക്കെ ചെയ്യുന്ന സമയത്ത് പ്ലസ് മൈനസ് അല്ലെ. സോ ആ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ ഐ ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ വിത്ത് സച്ച് തിങ്സ്. ഓക്കെ, എനി ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് അഗെയിൻ ഓർ യു ക്യാൻ വാച്ച് ദി യൂണിറ്റ് 1 വീഡിയോസ് വൺസ് അഗെയിൻ. ഓക്കെ, നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. Using the ATP and NADPH to power the synthesis of organic molecules from carbon dioxide in the air. Okay, ഇതിനെയാണ് നമ്മൾ light independent reaction എന്ന് പറയുന്നത്. Actually, this is the mechanism from where we are getting glucose. Okay, ഫസ്റ്റ് 2 സ്റ്റെപ്പിൽ എന്താണ് നടക്കുന്നത്? ആക്ച്വലി ഈ ഒരു ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷനിൽ ലൈറ്റ് യൂസ് ചെയ്തിട്ട് they are making ATP and NADPH. Okay, ഈ ഒരു പ്രോഗ്രാം ആണ് ലൈറ്റ് ഡിപ്പെൻഡഡ്. ഓക്കെ,
എന്നിട്ട് ഈ ATP NADPH എവിടെയാ പോകുന്നത്? This ATP and NADPH is going to make glucose. So ഈ ഒരു പ്രോസസ്സിൽ ലൈറ്റ് ആവശ്യമില്ല. This process is independent of light. Okay, so it is called light independent reaction. Actually it is called dark reaction. പക്ഷേ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ they all think that this is happening in the night only. It is not like that. It is this dark means independent of light എന്നാണ്. Okay, it doesn't mean that it is occurring in the night. Okay, so that's why I'm not using this dark reaction over here, but you may find in question which is dark reaction. So don't be confused with that. Actually photosynthesis എന്ന് പറയുന്നത് actually രണ്ട് type reaction ആണ്. light dependent ഉണ്ട്, independent ഉണ്ട്. അതിനെ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ എന്നും ഡാർക്ക് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. Okay, so don't be confused with that. Dark reaction doesn't mean that it is happening in the night. The meaning is, actual meaning is, it is independent of light. Okay, so നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, എന്തൊക്കെയാണ് രണ്ട് പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ. ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷനിൽ നമുക്ക് ATPയും NADPHും കിട്ടുന്നുണ്ട്. എന്നിട്ട് എന്താണ് the carbon assimilation reaction or carbon fixation reaction, അല്ലെങ്കിൽ എന്താണ് അതിന് പറയാ, കാൽവിൻ സൈക്കിൾ. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പഠിക്കുന്നുണ്ട്. ഈ കാൽവിൻ സൈക്കിളിൽ നമുക്ക് ഈ ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ATPനെയും NADPHനെയും നമ്മൾ ഈ കാൽവിൻ സൈക്കിളിൽ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു റെഡ്യൂസ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിനെ റെഡ്യൂസ് ചെയ്തിട്ട് എന്താണ് ഉണ്ടാക്കുന്നത്? ഓക്കെ, we are getting sugar. അതൊരു ട്രയോസ് ഷുഗർ ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഗ്രാജുവലി ആണ് അത് ഗ്ലൂക്കോസ്. നമ്മൾ ആ സൈക്കിൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ബട്ട് സിംഗിൾ word we can say that photosynthesis encompasses of two processes, which is one is light dependent reaction and second is light independent reaction or called dark reaction. Light dependent reaction il namakku ATPയും NADPHും, we are getting ATP and NADPH. Carbon assimilation അല്ലെങ്കിൽ dark reaction എന്താണ് ചെയ്യുന്നത്? We are making use of this ATP and NADPH to reduce carbon dioxide. So this is the overall process of photosynthesis. Okay, then in photosynthetic eukaryotic cells, both the light dependent and the carbon assimilation reaction take place in chloroplast. It is very 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 important. Okay, ipo chloroplastന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ ഒരു ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണെന്ന് കണ്ടു. അവിടെ നമ്മൾ തൈലക്കോയിഡ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു അല്ലേ? ആൻഡ് ഈ പാർട്ടിനെയാണ് നമ്മൾ എന്താണ് സ്ട്രോമ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് ഈ സ്ട്രക്ചറിൽ, അതായത് തൈലക്കോയിഡിന്റെ മെംബ്രെയിനിലാണ് എന്താണ് ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ പിഗ്മെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. സോ ഈ ഒരു അറേഞ്ച്മെന്റിലാണ്, അതായത് എന്താ ഓവറോൾ രണ്ട് പ്രോസസ്സും നടക്കുന്നത്. സോ തൈലക്കോയിഡ് മെംബ്രെയിനിൽ വെച്ചിട്ട് ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ വരും. ഓക്കെ, ആൻഡ് ആ പ്രൊഡ്യൂസ് ചെയ്ത ATPയും NADPHും ഈ സ്ട്രോമയിലേക്ക് വരും. In this stroma, the Calvin cycle is happening. That means carbon dioxide is reduced. Where? In the stroma. Okay, so true or false statement ആയിട്ടും ഒക്കെ ചോദിക്കാവുന്ന ഒരു പോയിന്റ് ആണത്. ഓക്കെ, ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ ഇസ് ഹാപ്പനിങ് ഇൻ തൈലക്കോയിഡ്, അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ ഇസ് ഹാപ്പനിങ് ഇൻ സ്ട്രോമ. സോ ഇത് നിങ്ങൾ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിൽ വലിയ കോൺസെപ്ഷ്യൽ തിങ്കിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. യു ഷുഡ് ബി വെരി ഫെമിലിയർ വിത്ത് ദി സ്ട്രക്ചർ ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ്. അതിന്റെ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ആ ടേംസ് നിങ്ങൾക്ക് മാറിപ്പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു പിക്ക് ദി കോൺസെപ്റ്റ്. ഓക്കെ, സോ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഓവറോൾ ഈ ഒരു റിയാക്ഷൻ എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു ഡയഗ്രം നോക്കൂ.
നമ്മൾ പറഞ്ഞു സൺ. നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നത് ഇതിന്റെ ലൊക്കേഷൻസ് ആണ്. ഇതിനെ നമുക്ക് മൊത്തത്തിൽ അങ്ങ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമാണ്. സി, നിങ്ങൾ ഈ ഓവറോൾ ഈ ഡയഗ്രത്തിനെ ഒരു ലീഫിന്റെ ക്രോസ് സെക്ഷൻ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ഈ ലീഫിന്റെ ക്രോസ് സെക്ഷനിലുള്ള ക്ലോറോപ്ലാസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സി, ഈ ക്ലോറോപ്ലാസ്റ്റിൽ എന്താണുള്ളത്? തൈലക്കോയിഡ്സ് ഉണ്ട് അല്ലെ? ഈ ഓരോ തൈലക്കോയിഡ് ഉണ്ട്. ഈ തൈലക്കോയിഡിന്റെ സൂം ചെയ്തിട്ടുള്ള ഒരു വേർഷൻ ആണ് ഇത് കേട്ടോ. ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് തൈലക്കോയിഡിന്റെ ഈ ഒരു മെംബ്രെയിൻ സ്ട്രക്ചറിനെ സൂം ചെയ്തതാണ് ഇവിടെ. സോ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു എനർജി കിട്ടുന്നത് ഈ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്. തൈലക്കോയിഡ് മെംബ്രെയിനിലുള്ള ഫോട്ടോ സിസ്റ്റം അല്ലെങ്കിൽ പിഗ്മെന്റ്സിലാണ് ഈ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ആണ് സ്ട്രോമ. സി, അതാണ് ഇവിടെ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് സ്ട്രോമ. ഓക്കെ, സോ തൈലക്കോയിഡിന്റെ പുറത്തുള്ള ഫ്ലൂയിഡ് ഭാഗത്തിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. ഓക്കെ, സോ തൈലക്കോയിഡിന്റെ മെംബ്രെയിനിലാണ് നമുക്ക് ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ആൻഡ് ദി ബൈ പ്രോഡക്ട്സ് ലൈക്ക് ATP ആൻഡ് NADPH ആർ used to reduce carbon dioxide. കാൽവിൻ സൈക്കിൾ എവിടെയാണ് നടക്കുന്നത്? സ്ട്രോമയിലാണ് കാൽവിൻ സൈക്കിൾ നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ? നമ്മുടെ ലീഫിന്റെ സ്ട്രക്ചറിന്റെ അകത്ത് മിസോഫിൽ സെൽസിലുള്ള ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിൽ എന്തൊക്കെയാണുള്ളത്? തൈലക്കോയിഡ് ഉണ്ട്, സ്ട്രോമ ഉണ്ട്. തൈലക്കോയിഡിലാണ് ഈ ലൈറ്റിന്റെ എനർജി റിസീവ് ചെയ്യുന്നത്. അവിടെ അവര് ATPയും NADPHും പ്രൊഡ്യൂസ് ചെയ്തു. And this ATP and NADPH is released to stroma, from where the carbon dioxide is reduced by Calvin cycle. So this is the overall process of this photosynthesis. അതായത് ലൈറ്റ് റിയാക്ഷന്റെയും ഡാർക്ക് റിയാക്ഷന്റെയും ലൊക്കേഷൻ ആണ് ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. The thylakoid membrane contains chlorophyll and other photosynthetic pigments for capturing light energy along with the machinery to make ATP. Okay, so ATP making machinery is also found in thylakoid membrane. Connection between grana are termed stroma lamella. ഈ ഒരു കണക്ഷനെയാണ് നമ്മൾ stroma lamella എന്ന് പറയുന്നത്. Surrounding the thylakoid membrane system is a semi-liquid. See, ഈ ഒരു ഏരിയനാണ് നമ്മൾ ഈ ഒരു ഇതിനെ സൂം ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയനാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. The stroma houses the enzymes needed to assemble organic molecules from carbon dioxide using energy from ATP coupled with reduction via NADPH. See, ഈ ഒരു ഡയഗ്രം തന്നെ അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ സ്ട്രോമയിലാണ് കാൽവിൻ സൈക്കിൾ നടക്കുന്നത്. ഓക്കെ, സോ ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ ഇൻ സ്ട്രോമ ആൻഡ് ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ ഇൻ light dependent reaction in thylakoid and light independent reaction happening in stroma. In the thylakoid membrane, photosynthetic pigments are clustered together to form photosystems. See, ഇതിനെയാണ് നമ്മൾ ഫോട്ടോസിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ സ്ട്രക്ചറിലേക്ക് പോവാണ്. ഇനി നമ്മൾ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് കടക്കാൻ പോവാണ്. നമ്മൾ it's a journey from leaf. Okay, ലീഫിന്റെ ഉള്ളിലേക്കുള്ള ഒരു ട്രാവൽ ആയിട്ട് നമ്മൾ അതിനെ കണക്കാക്കിയാൽ മതി. നമ്മൾ ലീഫിന്റെ ഉള്ളില്, മെസോഫിലിന്റെ ഉള്ളില്, ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളില്, തൈലക്കോയിഡിലാണ് ഇപ്പൊ ഉള്ളത്. തൈലക്കോയിഡിലാണ് എന്താണുള്ളത്? ഫോട്ടോ സിസ്റ്റം ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ തൈലക്കോയിഡിലേക്ക് പോവാണ്. ഫോട്ടോ സിസ്റ്റത്തിന്റെ അറേഞ്ച്മെന്റ്സും ഹൗ ദി മെക്കാനിസം എവറിത്തിങ് വി ആർ ഗോയിങ് ടു. ഓക്കെ, സി, ഇത്രയേ ഉള്ളൂ. ഫോട്ടോസിന്തസിസ് ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷനും ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷനും. ഇവിടെയാണ് ലൈറ്റ് ഡിപ്പെൻഡന്റ് തൈലക്കോയിഡ് മെംബ്രെയിൻ. സി, ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ദിസ് ഇസ് നോട്ട് ദി ആക്ച്വൽ സ്ട്രക്ചർ. സോ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ലൈറ്റ് ഡ്രിവൺ റിയാക്ഷനിൽ? എന്താണ് തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് നമുക്ക് ഇവിടെ രണ്ട് സിസ്റ്റം ഉണ്ട്. ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതിന്റെ ബൈ പ്രോഡക്ട്സ് NADPHും ATPയും ഉണ്ട്. ആൻഡ് ദിസ് ATP and NADPH is directly going to Calvin cycle to reduce carbon dioxide. This is happening in stroma. ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. തൈലക്കോയിഡില് ലൈറ്റ് ഡിപ്പെൻഡന്റ് ആൻഡ് സ്ട്രോമയില് ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ is happening. Okay.
നമുക്കിനി ലൈറ്റ്, ഓക്കെ, ലൈറ്റ് എങ്ങനെയാണ് ഈ ഒരു ലൈറ്റ് നമ്മളൊക്കെ കിട്ടുന്നുണ്ട്. സി ഈവൻ വി ആർ ഓൾസോ ഗെറ്റിംഗ് ദി ലൈറ്റ് എനർജി, ബട്ട് ഓൺലി പ്ലാന്റ്സ് ക്യാൻ convert this chemical this light energy into chemical energy. What is helping them to make it so? Okay, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. For plants to make use of the energy of sunlight, in thylakoid membrane a special structure is present. That structure is termed pigments. Okay, they are the one who is receiving energy from sun. They are the one who can convert light energy into chemical energy. Are animals lacking such pigments? Okay, നമുക്ക് നോക്കാം. The wave nature of light produces an electromagnetic spectrum that differentiates light based on its wavelength. Visible light is our interest. Okay, ലൈറ്റിന്റെ പ്രത്യേകത എന്താണ്? ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടാണ് അല്ലെ. അതിന് ഇലക്ട്രിക് നേച്ചർ ഉണ്ട്, മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. സി നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് കൂടി പോകുമ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. മാഗ്നറ്റിക് ഫീൽഡ് കൂടി പോകുമ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് വേവ്സ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ലൈറ്റിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ആണ്. ഓക്കെ, ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമ്മൾ ഈ വേവ് ലെങ്ത്തിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ എനർജീനെയും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് വേവ് ലെങ്ത് ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് നോക്കാം. വിസിബിൾ എനർജി എന്ന് പറയുന്നത് 400 നാനോമീറ്റർ ടു 800 നാനോമീറ്റർ റേഞ്ചിലാണ് വരുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. സി, നമ്മളെ ലൈറ്റ് എനർജി മെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു ഫോമിലാണ്. ഫ്രം ഗാമ, എക്സ്റേ, യു വി, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ്. ഇതാണ് നമ്മളെ സണ്ണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്. ഗാമ റേസ്, എക്സ്റേസ്, യു വി, വിസിബിൾ, ഇൻഫ്രാറെഡ് ആൻഡ് റേഡിയോ വേവ്സ്. ഓക്കെ, ഈ ഗാമ റേസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ലൈറ്റ് എനർജി നമുക്ക് യൂസ് ആവുന്നത് നോക്കാം. A particle of light termed a photon acts like a discrete bundle of energy. Okay, ലൈറ്റ് എങ്ങനെയാണ് എനർജി, അതായത് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വേവ്സ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇത് ഇറ്റ് ഈസ് ക്യാരിയിങ് ഫോട്ടോൺ, ബണ്ടിൽ ഓഫ് എനർജി കോൾഡ് ഫോട്ടോൺ. ഫോട്ടോൺസ് ആയിട്ടാണ് എനർജി പാസ് ചെയ്യുന്നത്. The energy content of a photon is inversely proportional to the wavelength of the light. നമ്മൾ ഈ ഡയഗ്രാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വേവ് ലെങ്ത്. ഓക്കെ, വേവ് ലെങ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാമ റേസിനേക്കാളും വേവ് ലെങ്ത് കൂടുതലാണ് എക്സ്റേ, അതിൽ കൂടുതലാണ് യു വി. ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഗാമ റേസ് നിന്ന് റേഡിയോ വേവ്സിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇൻക്രീസിങ് വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഗാമ റേസിന്റെ ഒക്കെ വേവ് ലെങ്ത്തിന്റെ മോഡ് ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ റേഡിയോ വേവ്സിന്റെ ആകുമ്പോൾ ഈ ഒരു ഫുൾ കംപ്ലീറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഒരു വേവ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് കൂടുതലാണ്. അതേസമയത്ത് ഗാമയുടെ ഒക്കെ കുറവാണ്. ഗാമ റേസിന്റെ ഒക്കെ വേവ് ലെങ്ത് കുറവാണ്. സോ അതുകൊണ്ട് എന്താണ്, എനർജി കണ്ടന്റ് ഓഫ് എ ഫോട്ടോൺ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. സോ വേവ് ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ എനർജി കുറവാണ്. വേവ് ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ എനർജി കൂടുതലാണ്. ഇതിനാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. സോ ഒന്നുമില്ല, എനർജിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഒരു പോയിന്റ് മാത്രം നമ്മൾ ഓർത്താൽ മതി. ഫ്രം ഗാമ റേസ് ടു റേഡിയോ വേവ്സ് പോകുന്ന സമയത്ത് വേവ് ലെങ്ത് ഈസ് ഇൻക്രീസിങ്. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്താ, അപ്പൊ എനർജി ഡിക്രീസ് ചെയ്യാണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എനർജി എന്താ ചെയ്യുന്നത്, എനർജി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗാമ റേസിലാണ് ഹയസ്റ്റ് എനർജി, അതിലും എക്സ്റേ, അതിലും യു വി, അതിലും ഇൻഫ്രാറെഡ്, വിസിബിൾ, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്. അപ്പം ഗാമ റേസിന്ന് റേഡിയോ വേവ്സിലേക്ക് കൂടുന്തോറും എനർജി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
A beam of light is able to remove electrons from certain molecules, creating an electrical current. നമ്മള് യൂണിറ്റ് 1-ൽ പഠിച്ചതാണ് അല്ലെ, ന്യൂക്ലിയസ്, ഓർബിറ്റ്, ഓർബിറ്റിന് ചുറ്റും ഇലക്ട്രോൺസ്. ഓക്കെ, while receiving energy this electron will jump into excited shell അല്ലെ, ഔട്ടർ എനർജി ലെവലിലേക്ക് അത് എക്സൈറ്റഡ് ആവും എന്നൊക്കെ നമ്മൾ യൂണിറ്റ് 1-ൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ആ ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾ ഇവിടെ മൈൻഡിൽ കൊണ്ടുവരേണ്ടത്. A beam of light is able to remove electrons from certain molecules, creating an electrical current. This phenomena is called the photoelectric effect. എന്താണ് photoelectric effect? അതായത് ഒരു ഇലക്ട്രിക് കറണ്ട്, എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? ബൈ റിമൂവിങ് ഇലക്ട്രോൺസ് ഫ്രം സർട്ടൻ മോളിക്യൂൾസ്. സോ ഇറ്റ് ഈസ് കോൾഡ് photoelectric effect and it occurs when photons transfer energy to electrons. എങ്ങനെയാണ് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുന്നത്? This electron is getting energy from photons അല്ലെ, photons are providing energy. Okay, എന്നിട്ട് what they are doing, they are moving. Okay, so it is called a photoelectric effect. The strength of the photoelectric effect depends on the wavelength of light. See, wavelength of light, നമ്മൾ നേരത്തെ പറഞ്ഞു ഗാമ റേസിന്റെ ഒക്കെ വേവ് ലെങ്ത് വളരെ കുറവാണ്, റേഡിയോ ഒക്കെ ആകുമ്പോഴത്തേക്ക് വേവ് ലെങ്ത് കൂടുതലാണ്. ഓക്കെ, the shorter wavelength are much shorter wavelength ആകുമ്പോൾ എന്താ ഉണ്ടാവുക? ഷോർട്ടർ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഹൈ ഇൻ എനർജി. ഓക്കെ, സോ വേവ് ലെങ്ത് കൂടുന്തോറും എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ലൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ അതില് നമുക്ക് എർത്തിൽ കിട്ടുന്നത് വി ആർ റിസീവിങ് ഓൺലി വിസിബിൾ ലൈറ്റ്. ഓക്കെ, സോ എനർജി കൂടുന്നതിനനുസരിച്ചിട്ട്, അതായത് വേവ് ലെങ്ത് കുറയുന്നതിനനുസരിച്ചിട്ട് എനർജി കൂടുതലാവാണ് ചെയ്യുന്നത്. സോ ഗാമ റേസ്, എക്സ് റേസ് ഒക്കെ എന്താണ് പറയാ, ഇലക്ട്രോൺസിന് ഇലക്ട്രോൺസിനെ എനർജൈസ് ചെയ്യാൻ പറ്റും ദാൻ വിസിബിൾ ലൈറ്റ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ പറഞ്ഞു ഈ ലൈറ്റ് റിസീവ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? പിഗ്മെന്റ്സ് എന്നാണ് പറയുന്നത്. ഈച്ച് പിഗ്മെന്റ് ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എ സ്പെസിഫിക് ആറ്റം therefore can absorb only certain photons of light. ഓക്കെ, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിഗ്മെന്റ് ഉണ്ട്. ആ പിഗ്മെന്റിന് ഒരു റേഞ്ച് ഉണ്ട്. ഒരു certain വേവ് ലെങ്ത് ഉള്ള എനർജി മാത്രമേ അതിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതെങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്? സി, നമ്മൾ ഒരു ആറ്റത്തിന് പഠിച്ച സമയത്ത് അതിന്റെ ന്യൂക്ലിയസ്, അതിനൊരു ഓർബിറ്റില്, അതിൽ ഫുള്ള് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എനർജി ലെവൽസ് ഉണ്ട്. സോ ആ ഒരു എനർജി ലെവൽസിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന എനർജിയെ അത് അബ്സോർബ് ചെയ്യുള്ളൂ. അതിലും കൂടുതലായാല് അത് അബ്സോർബ് ചെയ്യില്ല. അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. A specific atom therefore can absorb only certain photons of light, namely those that correspond to the atom's available energy level. അതായത് അവൈലബിൾ എനർജി ലെവലിനനുസരിച്ചിട്ടേ അവർക്ക് ഫോട്ടോൺസിന്റെ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ആസ് എ റിസൾട്ട് എന്താ ഉണ്ടാവുക? ഈച്ച് മോളിക്യൂൾ ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഓക്കെ, the range and efficiency of photons it is capable of absorbing. അതായത് ഈ ഒരു എ മോളിക്യൂളിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഒരു റേഞ്ച് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 100 to 150 നാനോമീറ്റർ റേഞ്ചിലുള്ള ഫോട്ടോൺസിനെ മാത്രമേ ഇതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എ മോളിക്യൂളിന്റെ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് 100 to 150 നാനോമീറ്റർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. When molecule absorb or emit light, they change their electronic state. നമ്മൾ അന്ന് ആ ഒരു ഡയഗ്രത്തിൽ കണ്ടതാണ് അല്ലെ. എനർജി, അതായത് ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ they will jump, ഓരോ ലെവലിലേക്ക് അവര്
പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ദേ വിൽ മൂവ് അവേ ഫ്രം ദി ന്യൂക്ലിയസ്. ഓക്കെ, എനർജി റിലീസ് ചെയ്യുന്ന സമയത്തോ ദേ വിൽ കം ബാക്ക് ടു ഒറിജിനൽ ലെവൽ. ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും, ഇത് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും വൈൽ റിലീസിങ് ദി എനർജി. അതിന്റെ ഒരു ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ CHL, നമ്മൾ അതിന് ക്ലോറോഫിൽ എന്ന് പറയാം. CHL പ്ലസ് HV, നമ്മൾ ലൈറ്റിന്റെ ഇതിനെയാണ് നമ്മൾ HV എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, is equal to CHL star. Okay, when molecules absorb or emit light, they change their electronic state. Chlorophyll A is the main photosynthetic pigment in plants and cyanobacteria, and is the only pigment that can act directly to convert light energy to chemical energy. Chlorophyll energy in plants and cyanobacteria can act directly to convert light energy to chemical energy. Okay, ഇനി എന്താണ് ക്ലോറോഫിൽ ബിക്കൊക്കെ എന്താ പ്രത്യേകത? വാട്ട് ഇസ് ദെയർ റോൾ? ക്ലോറോഫിൽ ബി acting as an accessory pigment or secondary light absorbing pigment complements and adds to the light absorption of chlorophyll A. നമുക്ക് അതിന്റെ ഓർഗനൈസേഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, അതായത് ക്ലോറോഫിൽ എ ആണ് more efficient. Okay, they have the capability to convert light energy into chemical energy. But there are some other pigments called chlorophyll B, carotenoids and all. What they are doing is they are acting as the accessory pigments. What they are doing is they are absorbing light from sunlight and they are transporting it to chlorophyll A. This is called accessory pigment. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓരോ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത് ഓരോ ക്ലോറോഫിലിനും അതിന്റെ ആക്സസറി പിഗ്മെന്റ്സിനും ഓരോരോ അബ്സോർപ്ഷൻ സ്പെക്ട്ര ഉണ്ട്. നമുക്ക് അത് എന്താന്നുള്ളത് നോക്കാം. ഈ ഗ്രേ കളറാണ് കെരാറ്റിനോയിഡ്സ് എന്ന് പറയുന്നത്. കെരാറ്റിനോയിഡ് ഒരു ആക്സസറി പിഗ്മെന്റ് ആണ്. അതിന്റെ അബ്സോർപ്ഷൻ സ്പെക്ട്ര നോക്കൂ. വിൽ ഗെറ്റ് എ പീക്ക് ഒരു 460 റേഞ്ചിലും സെക്കൻഡ് പീക്ക് വരുന്നത് ഒരു 550 റേഞ്ചിലാണ് നമുക്ക്, 510 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കെരാറ്റിനോയിഡിന്റെ പീക്ക് വരുന്നത്. സെക്കൻഡ് വന്നിട്ട് ക്ലോറോഫിൽ എ ആണ്. ഈ ഒരു ഡയഗ്രാം ആണ് ക്ലോറോഫിൽ എന്റെ വരുന്നത്. ക്ലോറോഫിൽ എക്ക് 2 പീക്ക് ഉണ്ട്. ഏതൊക്കെയാണ്? ബ്ലൂയിലും റെഡിലും അല്ലെ? ബ്ലൂ റേഞ്ചിലും റെഡ് റേഞ്ചിലാണ് അതിന് 2 പീക്ക് വരുന്നത്. ദെൻ ക്ലോറോഫിൽ ബി വരുന്നുണ്ട്. ക്ലോറോഫിൽ ബിക്കും 2 പീക്ക് വരുന്നുണ്ട്. ഒന്ന് ബ്ലൂയിലും ഒന്ന് റെഡിനോട് അടുത്തിട്ടുമാണ് 2 പീക്ക് വരുന്നത്. സോ ഈ ഒരു റേഞ്ചിൽ വരുന്ന ലൈറ്റ് മാത്രമേ ഈ പിഗ്മെന്റ്സിനെല്ലാം അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിനെയാണ് നമ്മൾ ഓവറോൾ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. The peaks represent wavelengths of light of sunlight absorbed by the 2 common forms of photosynthetic pigment, chlorophyll A and B, and the carotenoids. Chlorophylls absorb predominantly violet, blue, and red light in 2 narrow bands of the spectrum and reflect green light in the middle of the spectrum. Carotenoids absorb mostly blue and green light and reflect orange and yellow light. Carotenoids in the range kandile. ഇതാണ് കെരാറ്റിനോയിഡ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് ഇത്രയാണ് കെരാറ്റിനോയിഡ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്? ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് അബ്സോർബ് ചെയ്യുന്നത്. ബ്ലൂ ആൻഡ് ഗ്രീൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്. വാട്ട് ദേ വിൽ എമിറ്റ് യെല്ലോ ആൻഡ് ഓറഞ്ച്. അവര് അബ്സോർബ് ചെയ്യാതെ എമിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കളറായിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ക്ലോറോഫിൽ എന്റെയും ബിന്റെയും കേസിൽ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഡയഗ്രാം ഒന്ന് കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ക്ലോറോഫിൽ എന്റെ എടുത്തു. ക്ലോറോഫിൽ എന്റേത് ഇതാണ്. ഈ ഒരു റേഞ്ചിലാണ് ഒരു പീക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മറ്റേ പീക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇവിടെയാണ്. ബ്ലൂയിലും റെഡിലാണ് നമുക്ക് പീക്ക് കിട്ടിയിട്ടുള്ളത്. സോ ദേ ആർ അബ്സോർബിങ് ദീസ് ലൈറ്റ്. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ബ്ലൂവും ഗ്രീനും ആണുള്ളത് അല്ലെ?
സോ ദേ വിൽ, അതുകൊണ്ടാണ് നമുക്ക് ഗ്രീൻ ആയിട്ട് നമുക്ക് ലീഫ് ഒക്കെ ഗ്രീൻ ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ബിക്കോസ് ഇത് അബ്സോർബ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അതിന് ഗ്രീൻ ലീഫ് ആയിട്ട് തോന്നും. അതേ സ്ഥാനത്ത് കെരാറ്റിനോയിഡ്സിന്റെ കേസിൽ, കെരാറ്റിനോയിഡ്സ് എവിടെയുള്ളത്? നമുക്ക് കാരറ്റ്സിലും പിന്നെ എന്താ പറയാ ഓട്ടം സമയത്ത് ലീവ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സി, കെരാറ്റിനോയിഡ്സിന്റെ പീക്ക് എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ് കെരാറ്റിനോയിഡ്സിന്റെ പീക്ക് വരുന്നത്. സോ ദേ ആർ അബ്സോർബിങ് ബ്ലൂ. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഗ്രീൻ, ഓറഞ്ച്, ഈ ഒരു ഏരിയ ആണ് ഉള്ളത്. സോ ദേ ആർ എമിറ്റിംഗ് ദാറ്റ് കളർ. സോ അവർ അബ്സോർബ് ചെയ്യാത്തതാണ് എമിറ്റ് ചെയ്യുന്നത്. അതാണ് അതിന്റെ കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സും അതിന്റെ പേരും ഒക്കെ അതിന്റെ ഒരു ഫ്രീക്വൻസിയും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഒന്ന് വന്നിട്ട് ബാക്ടീരിയോ ക്ലോറോഫിൽ എ. ഇതൊരു പ്രൊകാരിയോട്സിലുള്ള ഒരു മെയിൻ ക്ലോറോഫിൽ പിഗ്മെന്റ് ആണ് ബാക്ടീരിയോ ക്ലോറോഫിൽ എ. ബാക്ടീരിയോ ക്ലോറോഫിൽ എക്കും രണ്ട് പീക്കാണുള്ളത്. ഇതാ എ ഇവിടെയും ഇവിടെയാണുള്ളത്. സോ അതും എന്താണ്? വയലറ്റ് റെഡ് റീജിയനിലാണ് അതിന്റെ മാക്സിമം പീക്ക് കാണിക്കുന്നത്. സെക്കൻഡ് വന്നിട്ട് ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ എ നമ്മൾ നേരത്തെ കണ്ടു, പ്ലാന്റ്സിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇത് ഈ ഒരു പീക്കും ഈ ഒരു പീക്കും ആണ് ഉള്ളത്. സോ മിഡിൽ ഓഫ് ദി പോർഷൻ ഗ്രീൻ ആയിട്ടാണ് നമുക്ക് എമിറ്റ് ചെയ്യുന്നത്. ഗ്രീൻ കളർ ആണ്. ദേ ആർ അബ്സോർബിംഗ് ബ്ലൂ ആൻഡ് റെഡ് റീജിയൻ ലൈറ്റ്. ദെൻ അടുത്തത് വന്നിട്ട് ക്ലോറോഫിൽ ബി. ക്ലോറോഫിൽ ബി എന്താണ്? ഈ ഒരു ബ്ലൂ റീജിയനിലും റെഡ് റീജിയനിലും ആയിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. ബ്ലൂ ആൻഡ് റെഡ് റീജിയനിലായിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. അടുത്ത പിഗ്മെന്റ് ഫൈക്കോ എരിത്രോബ്ലിൻ. ഫൈക്കോ എരിത്രോബ്ലിൻ ഈ ഒരു എന്താ പറയാ ഗ്രീൻ, ഈ ഒരു റേഞ്ചിലാണ് അത് അബ്സോർബ് ചെയ്യുന്നത്. സോ അതിനെ റെഡ് ആയിട്ട് ആണ് നമുക്ക് കാണുന്നത്. ഈ ഫൈക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ആൽഗെ. ആൽഗൽ പിഗ്മെന്റ്സിനെ ഒക്കെ നമ്മൾ ആൽഗെ ബേസ് ചെയ്തിട്ട് എന്ത് പറയുമ്പോഴും ഫൈക്കോ എന്ന് പറയും. സോ ഇതൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഫൈക്കോ എരിത്രോബ്ലിൻ ഒരു പിഗ്മെന്റ് ആണ്. ദെൻ ബീറ്റ കാരോട്ടിൻ. ബീറ്റ കാരോട്ടിന്റെ പീക്ക് നോക്കൂ. ബീറ്റ കാരോട്ടിന് ഈ ബ്ലൂ, വയലറ്റ് ബ്ലൂ ഏരിയയിലാണ് ബീറ്റ കാരോട്ടിന്റെ പീക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആയിട്ടാണ് നമുക്ക് അത് കളറ് നമുക്ക് തരുന്നത്. ഇനി നമുക്ക് പിഗ്മെന്റിന്റെ സ്ട്രക്ചറിലേക്ക് കടക്കാം. ഓക്കെ, ക്ലോറോഫിൽ എന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ സ്ട്രക്ചർ, അതിനൊരു ഹെഡ് റീജിയനും ഒരു ടെയിൽ റീജിയനും ഉണ്ട്. ഇതാണ് അതിന്റെ ഒരു ടിപ്പിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിഗ്മെന്റിന് ഒരു ഹെഡ് റീജിയനും ഒരു ടെയിൽ റീജിയനും ഉണ്ട്. ഹെഡ് റീജിയനെ നമ്മൾ പോർഫൈറിൻ റിംഗ് എന്നാണ് പറയുന്നത്. പോർഫൈറിൻ റിംഗ് എന്നാണ് പറയുന്നത്. ടെയിലിനെയോ ഫൈറ്റോൾ ടെയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഫൈറ്റോൾ ടെയില് ഹൈഡ്രോഫോബിക് ആണ്. എന്തിനായിരിക്കും ഹൈഡ്രോഫോബിക് ആയിട്ടുണ്ടാവുക? ബിക്കോസ് ഇത് എവിടെയാണുള്ളത്? ഈ ലിപ്പിഡ് ബൈലെയറിൽ ആങ്കർ ചെയ്യണമെങ്കിൽ അവര് ഹൈഡ്രോഫോബിക് ആയിരിക്കണം. ഓക്കെ, സോ ദിസ് ഫൈറ്റോൾ ടെയിൽ ഈസ് ഹൈഡ്രോഫോബിക് പാർട്ട്. പിന്നെ ഹെഡ് റീജിയൻ ആണുള്ളത്. അതിന്റെ സെൻട്രലില് യു ക്യാൻ സി മഗ്നീഷ്യം. നമ്മള് കോർഡിനേറ്റ് ബോണ്ട് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ക്ലോറോഫിലിന്റെ മാഗ്നീഷ്യം. എന്താണ് കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്? വൺ സൈഡഡ് ഷെയറിംഗ് ആണ്. സോ ഇവിടത്തെ മാഗ്നീഷ്യം ഈ നൈട്രജൻ ആയിട്ടും ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ട്. ഈക്വൽ ഷെയർ അല്ല, ഓൺലി ഷെയറിംഗ് ഈസ് ഓൺലി ബൈ മാഗ്നീഷ്യം, നോട്ട് ബൈ നൈട്രജൻ. മാഗ്നീഷ്യന്റെ ഇലക്ട്രോൺ തിരിച്ച് നൈട്രജന് കിട്ടുന്നില്ല, ഓൺലി നൈട്രജന്റെ ഇലക്ട്രോൺ ആണ് മാഗ്നീഷ്യം. സോ ഇതൊരു കോർഡിനേറ്റ് ബോണ്ട് ആണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ മാഗ്നീഷ്യം ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാഗ്നീഷ്യത്തിന്റെ ആബ്സെൻസ് എവിടെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ ബി വെരി familiar with these things. Okay, you can score easily. B part ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അത് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും ഉണ്ട്. എന്താണ് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. സെയിം പോർഫൈറിൻ ഹെഡ് ഉണ്ട്, ഫൈറ്റോൾ ടെയിലും ഉണ്ട്. ഇത് ക്ലോറോഫിൽ എയും
ഇത് ക്ലോറോഫിൽ ബിയും ആണ്. എവിടെയാണ് ഡിഫറൻസ് ഉള്ളത്? ഇവിടെയാണ് അതിന്റെ ഡിഫറൻസ് മുഴുവൻ വരുന്നത്. എന്താണെന്ന് നോക്കാം. ക്ലോറോഫിൽ മോളിക്യൂൾസിലെ ക്ലോറോഫിൽ ബിയില് ആൾഡിഹൈഡ് ഗ്രൂപ്പ് ആണുള്ളത്. കാർബൺ 7 ആൾഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. അതേസമയത്ത് ക്ലോറോഫിൽ എയില് മീഥൈൽ ഗ്രൂപ്പ് ആണ് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ഒന്നും നിങ്ങൾ അത്ര മെനക്കെട്ടിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് നമുക്ക് സപ്പോസ് എന്താ പറയാ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും ക്ലോറോഫിൽ എ കണ്ടെയ്ൻ മീഥൈൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ക്ലോറോഫിൽ ബി കണ്ടെയ്ൻ ആൾഡിഹൈഡ് ഗ്രൂപ്പ്. അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ ഈ ഒരു കംപ്ലീറ്റ് എൻറ്റയർ സ്ട്രക്ചർ ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലോറോഫിൽ എയില് കാർബൺ 7 ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഈ മീഥൈൽ ഗ്രൂപ്പ് എന്താണ്? അബ്സോർബ്സ് ബ്ലൂ ലൈറ്റ്. ഈ മീഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്ലോറോഫിൽ എ ബ്ലൂ ലൈറ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. ക്ലോറോഫിൽ ബിയില് കാർബൺ 7 ആൾഡിഹൈഡ് ഗ്രൂപ്പ് ആണ് ഉള്ളത്. ഇതിനാണ് ആൾഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൾഡിഹൈഡ്. ഓക്കെ, ഇതാണ് എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ്. ആൻഡ് ക്ലോറോഫിൽ ബി ക്യാൻ അബ്സോർബ് റെഡ് ആൻഡ് ഫാർ റെഡ് ലൈറ്റ്. ഇതാണ് ഇതിന്റെ വ്യത്യാസം. മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ഒരു പോർഫൈറിൻ ഹെഡും ഫൈറ്റോൾ ടെയിലും ഉണ്ട്. മഗ്നീഷ്യം സെൻട്രലായിട്ട് വരുന്നുണ്ട്. ക്ലോറോഫിൽ എയില് മീഥൈൽ ഗ്രൂപ്പും ബിയില് ആൾഡിഹൈഡ് ഗ്രൂപ്പും ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ആക്സസറി പിഗ്മെന്റ്സിന് നോക്കാം. കെരാറ്റിനോയിഡ്സ് ആൻഡ് അതർ ആക്സസറി പിഗ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കെരാറ്റിനോയിഡ്സ് അസിസ്റ്റ് ഇൻ ഫോട്ടോസിന്തസിസ് ബൈ capturing energy from light composed of wavelengths that are not efficiently absorbed by chlorophylls. നമ്മൾ നേരത്തെ ആ ഒരു ഗ്രാഫിൽ കണ്ടില്ലേ, ഓരോ പിഗ്മെന്റിന്റെയും പീക്ക് ഡിഫറെന്റ് ആണ്. എന്റെ ഡിഫറെന്റ് ആണ്, ബിന്റെ ഡിഫറെന്റ് ആണ്, കെരാറ്റിനോയിഡ്സിന്റെ ഡിഫറെന്റ് ആണ്. എന്തിനാണ് ഇത് ഡിഫറെന്റ് ആയിട്ട് കീപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈറ്റിന്റെ എല്ലാ റേഞ്ചും വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. So this leaf is absorbing, is exposed to sunlight. So sunlight le ella range lulla energy ഉണ്ട്. Okay, so ഓരോ ഡിഫറെന്റ് റേഞ്ചിലുള്ള ഓരോ പിഗ്മെന്റിനും യുണീക്ക് ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ടാവുന്ന സമയത്ത് the entire energy can absorb by each one. Okay, കെരാറ്റിനോയിഡ്സ് ക്ലോറോഫിൽ എക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റാത്തത് who will absorb? Carotenoids will absorb. Carotenoids also perform a valuable role in scavenging free radicals. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ അതിന് റോള് പഠിക്കുന്ന സമയത്ത് ഇതും കൂടി മൈൻഡിൽ വെക്കുക. ഓക്കെ, സ്കാവെഞ്ചിങ് ഫ്രീ റാഡിക്കൽസ്. കെരാറ്റിനോയിഡ്സിന് ഫോട്ടോ പ്രൊട്ടക്ഷൻ കൂടിയുണ്ട്. അതിന്റെ റോളും കൂടി കെരാറ്റിനോയിഡ് ആണ്. ഫോട്ടോ പ്രൊട്ടക്ഷൻ. Okay. Carotenoids also perform a valuable role in scavenging free radicals. The oxidation reduction reactions that occur in the chloroplast can generate destructive free radicals. നമ്മൾ റാഡിക്കൽസിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓക്സിജൻ സ്പീഷീസ് അവര് എന്താണ് പറയാ, ഒരു അൺപെയർഡ് ഇതാണ് അല്ലെ, അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. മനസ്സിലായി. ഇപ്പൊ നമ്മൾ യൂണിറ്റ് 1 പഠിച്ചിട്ടുള്ള ഓരോ ടേംസും എങ്ങനെയാണ് നമ്മൾ ആക്ച്വൽ സ്റ്റഡീസിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. സോ നമുക്കറിയാലേ ഫ്രീ റാഡിക്കൽസിന്റെ പ്രത്യേകത എന്താണ്? they will always search for electrons. Okay, so mutation ഒക്കെ സംഭവിക്കാം. സോ ഇങ്ങനെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്ന സമയത്ത് കെരാറ്റിനോയിഡ്സ് എന്താ ചെയ്യുന്നത്? they are scavenging this free scavenging എന്ന് പറഞ്ഞാൽ they are just snatching away it. Okay, so ഫോട്ടോ പ്രൊട്ടക്ഷനും കൂടി കെരാറ്റിനോയിഡ്സിന്റെ ഫങ്ഷൻ ആണ്.
Carotenoids can act as general purpose antioxidant to lessen damage. Thus, carotenoids have a protective role in addition to their role as light absorbing molecules. Okay. So, ഈ ഒരു scavenging, free radical scavenging ഉള്ളത് കൊണ്ട് ഒരു പ്രൊട്ടക്ഷനും ഉണ്ട്, പ്ലസ് എന്താണ് light absorbing മോളിക്യൂളും കൂടിയാണ്. Phycobilly proteins are accessory pigments found in cyanobacteria and some algae. Okay. Phycobilly proteins. So, ഞാൻ പറഞ്ഞല്ലോ ഫൈക്കോ എന്ന് പറയുമ്പം എപ്പോഴും അത് ആൽഗെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. സോ ആൽഗയിൽ കാണുന്ന പിഗ്മെന്റ് ആണ് ഫൈക്കോബിലി പ്രോട്ടീൻസ്. ഇനി ഇതിന്റെ അറേഞ്ച്മെന്റ്സ് നോക്കാം. ഫോട്ടോ സിസ്റ്റം ഓർഗനൈസേഷൻ നോക്കാം. നമ്മൾ പിഗ്മെന്റ്സ് പറഞ്ഞു, ആക്സസറി പിഗ്മെന്റ്സ് പറഞ്ഞു. എങ്ങനെയാണ് ഇത് ഇവരെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. Photosynthesis takes place in complex containing light harvesting antennas and photochemical reaction center. അതായത് ഒരു ലൈറ്റ് ഹാർവെസ്റ്റിംഗ് ആന്റന സിസ്റ്റം ഉണ്ട്, ഒരു റിയാക്ഷൻ സെന്ററും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ. റിയാക്ഷൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്ലോറോഫിൽ ഉണ്ടാവും. മെയിൻ ആയിട്ട് പറയാ ക്ലോറോഫിൽ എ അല്ലെ. ക്ലോറോഫിൽ എ ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. One chlorophyll molecule complexed with protein called core pigment. Okay. ഈ ഒരു കോംപ്ലക്സില് പിഗ്മെന്റ് മാത്രമല്ല പ്ലസ് എന്താണ് പ്രോട്ടീൻ ഉണ്ട്. അതായത് ക്ലോറോഫിൽ എ പ്ലസ് പ്രോട്ടീൻ കോൾഡ് കോർ പിഗ്മെന്റ് ഓർ റിയാക്ഷൻ സെന്റർ. എന്താണ് റിയാക്ഷൻ സെന്ററിലുള്ളത്? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ബിക്കോസ് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാറുള്ളതാണ് ക്വസ്റ്റ്യൻസ്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്ലോറോഫിൽ എ പ്ലസ് പ്രോട്ടീൻ കോൾഡ് കോർ പിഗ്മെന്റ്. ഓക്കെ. സോ അതെവിടെയാണുള്ളത്? ദാറ്റ് ഈസ് ഇൻ റിയാക്ഷൻ സെന്റർ. ഇനി എന്താണ് ആന്റന കോംപ്ലക്സ് എന്നുള്ളത് നോക്കാം. ആന്റന കോംപ്ലക്സ് എന്ന് പറയുന്നത് അതർ ക്ലോറോഫിൽ മോളിക്യൂൾസ് കോംപ്ലക്സ്ഡ് വിത്ത് പ്രോട്ടീൻ. ഓക്കെ. എപ്പോഴും ഇതെന്താണ്? പ്രോട്ടീൻ ആയിട്ട് കോംപ്ലക്സ് ചെയ്തിട്ടാണ് അല്ലെ. ആ പിഗ്മെന്റ് ആസച്ച് അല്ല ഉള്ളത്, പിഗ്മെന്റ് പ്ലസ് പ്രോട്ടീൻ. അതിനെയാണ് നമ്മൾ ആന്റന കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആക്സസറി പിഗ്മെന്റ്സ്? ക്ലോറോഫിൽ എ, ബി, കെരാറ്റിനോയിഡ്സ് ഒക്കെ നമുക്ക് ആക്സസറി പിഗ്മെന്റ് ആയിട്ട് പറയാം. ഇതിനെയാണ് ഈ ഒരു റിയാക്ഷൻ സെന്റർ പ്ലസ് ആന്റിന കോംപ്ലക്സിനെയാണ് നമ്മൾ എന്താണ് പറയാ ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓരോ ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ് അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം അല്ലെങ്കിൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ എൻറ്റയർ ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? ഫോട്ടോ ക്വസ്റ്റ്യൻസിൽ പല ടേം ആയിരിക്കും യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ അത് കൂടുതൽ മെൻഷൻ ചെയ്ത് പറയുന്നത്. കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പേര് വേറെ ചോദിച്ചതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ് എന്ന് പറയും. പിന്നെ എന്താ പറയാ? ഫോട്ടോ സിസ്റ്റം എന്ന് പറയും. ഫോട്ടോ സിസ്റ്റം എന്ന് പറയും. പിന്നെന്താ പറയാ? ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ LHC ഷോർട്ടായിട്ട് ഇങ്ങനെയും ചോദിക്കാം. സോ ഇതൊക്കെ ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ് അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം അല്ലെങ്കിൽ LHC എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു റിയാക്ഷൻ സെന്ററും ആന്റിന കോംപ്ലക്സും ഉള്ള ആ ഒരു എൻറ്റയർ യൂണിറ്റിനെയാണ് നമ്മൾ ഈ ഒരു പേര് പല പേരിലായിട്ട് നമ്മൾ വിളിക്കുന്നത്. ഇനി each photosystem is a network of chlorophyll A molecules, accessory pigments, and associated proteins held within a protein matrix on the surface of the photosynthetic membrane. Okay, എവിടെയാണ് photosynthetic membrane? എവിടെയാണ്? thylakoid membrane. Okay, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ ഷോർട്ട് ആയിട്ട് എഴുതിയ പോലെ ക്ലോറോഫിൽ മോളിക്യൂൾ പ്ലസ് പ്രോട്ടീൻ എന്താണ്? റിയാക്ഷൻ സെന്റർ. ആക്സസറി പിഗ്മെന്റ്സ് പ്ലസ് പ്രോട്ടീൻ ആന്റിന പിഗ്മെന്റ്സ് നോ അങ്ങനെ പറയും. ഓക്കെ. സോ ഇതിനെ എൻറ്റയറിനെയാണ് നമ്മൾ എന്താണ് ഫോട്ടോ സിസ്റ്റം എന്ന് പറയുന്നത്. A photosystem thus consists of two closely linked components, an antenna complex. Antenna complex എന്താണ്? Hundreds of pigment molecules that gather photons and feed the captured energy to the reaction center. പിന്നെന്താണ്? Second one,
Reaction center. Reaction center എന്താണ്? Consisting of one or more chlorophyll A molecule in a matrix of protein that passes excited electrons out of the photon system. ഈ റിയാക്ഷൻ സെന്ററിൽ നിന്നാണ് എക്സൈറ്റഡ് ഇലക്ട്രോൺസ് പുറത്തേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആന്റിന കോംപ്ലക്സ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഡയഗ്രത്തിൽ കണ്ട പോലെ ആന്റിന കോംപ്ലക്സ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് അബ്സോർബ് ചെയ്ത എനർജി ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അൾട്ടിമേറ്റ്ലി റിയാക്ഷൻ സെന്ററിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ ഈ ഒരു എൻറ്റയർ യൂണിറ്റ് വളരെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഫോട്ടോ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് പ്രൈമറി, അതായത് നമ്മൾ പറഞ്ഞു ക്ലോറോഫിൽ എ ആണ് മെയിൻ ആയിട്ട് റിയാക്ഷൻ സെന്ററിൽ എന്ന് പറഞ്ഞു. ആക്സസറി പിഗ്മെന്റ് ഉണ്ട്. സോ എന്തൊക്കെയാണ് പ്രൈമറി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്? എന്തൊക്കെയാണ്? ക്ലോറോഫിൽസും ബാക്ടീരിയ ക്ലോറോഫിൽസും ആണ്. സോ വി ക്യാൻ ഫൈൻഡ് ദം ഇൻ ദി റിയാക്ഷൻ സെന്റർ വിത്ത് പ്രോട്ടീൻ. ഓക്കെ, കോർ പ്രോട്ടീൻ എന്ന് പറയും അല്ലെ, ക്ലോറോഫിൽസും ബാക്ടീരിയ ക്ലോറോഫിൽസും. എന്താണ് ആക്സസറി പിഗ്മെന്റ്? കെരാറ്റിനോയിഡ്സ്, സാന്തോഫിൽസ്, ഫൈക്കോഎരിത്രോബിലിൻ, ഫൈക്കോസയനോബിലിൻ. ഈ ഫൈക്കോ ഒക്കെ വരുന്നത് എന്താണ്? ആൽഗയാണ് കേട്ടോ. ആൽഗയിൽ കാണുന്ന പിഗ്മെന്റ്സ് ആണ്. സോ മെയിൻ ആയിട്ടുള്ള ആക്സസറി പിഗ്മെന്റ്സ് കെരാറ്റിനോയിഡ്സ്, സാന്തോഫിൽസ്, ഫൈക്കോഎരിത്രോബിലിൻ, ഫൈക്കോസയനോബിലിൻ. ഓക്കെ, സോ ഇവരെവിടെയാണ് ഉണ്ടാവുക? ആന്റിന കോംപ്ലക്സിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള, അതായത് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് റിയാക്ഷൻ സെന്റർ പ്ലസ് ആന്റിന കോംപ്ലക്സ് ആണ്. റിയാക്ഷൻ സെന്ററിൽ യു ക്യാൻ ഫൈൻഡ് ക്ലോറോഫിൽസ് ഓർ ബാക്ടീരിയ ക്ലോറോഫിൽസ്. ആന്റിന കോംപ്ലക്സിൽ യു ക്യാൻ ഫൈൻഡ് കെരാറ്റിനോയിഡ്സ്, സാന്തോഫിൽസ്, ഫൈക്കോഎരിത്രോബിലിൻ ആൻഡ് ഫൈക്കോസയനോബിലിൻ. ഇനി എങ്ങനെയാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ട് ടൈപ്പ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണുള്ളത്. ഓക്കെ, സിംഗിൾ ഫോട്ടോ സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്, ഡബിൾ ഫോട്ടോ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ളതും ഉണ്ട്. ഓക്കെ, സം ബാക്ടീരിയാസ് യൂസ് സിംഗിൾ ഫോട്ടോ സിസ്റ്റം, അതായത് ഇങ്ങനെ ഒരു റിയാക്ഷൻ സെന്റർ. ഈ റിയാക്ഷൻ സെന്ററിന് എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ പാസേജ് കൂടിയാണ് ATP അല്ലെങ്കിൽ NADPH ഉണ്ടാവുന്നത്. നമുക്ക് നോക്കാം ഈ സിംഗിൾ സിസ്റ്റം ഏതാണെന്ന് നോക്കാം. ദ പാത്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ പർപ്പിൾ നോൺ സൾഫർ ബാക്ടീരിയ. പർപ്പിൾ നോൺ സൾഫർ ബാക്ടീരിയയിൽ നമ്മൾ എന്താണ്? ദേ ആർ അനോക്സിജനിക് അല്ലെ, അനോക്സിജനിക് ആണ് പർപ്പിൾ നോൺ സൾഫർ ബാക്ടീരിയ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? when a light energized electron is ejected from the photosystem reaction center, it returns to the photosystem via cyclic path that produces ATP but not NADPH. NADPH അവിടെ ഉണ്ടാവുന്നില്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സി നോക്കൂ, നമ്മൾ റിയാക്ഷൻ സെന്റർ ആണത്. ആന്റിന കോംപ്ലക്സ് റിയാക്ഷൻ സെന്റർ, ലൈറ്റ് ഹിറ്റ് ചെയ്തു, ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ പാസ് ചെയ്ത് ഇവിടെ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, ഇവിടെ എന്താണ് പറയാ കോംപ്ലക്സുകൾ ഉണ്ട്. പക്ഷെ ഇവിടെയാണ് എന്താണ്? ഓൺലി ATP is producing and again this electron is coming back to this reaction center. സൈക്ലിക് മാനർ ആയിട്ടാണ് പോകുന്നത്. സോ ഇവിടെ ആകെ ATP മാത്രമേ സിന്തസൈസ് ചെയ്യുന്നുള്ളൂ, NADPH റെഡ്യൂസ് ഉണ്ടാവുന്നില്ല. സെക്കൻഡ് സിസ്റ്റം എങ്ങനെയാണ് നോക്കൂ. ഫോട്ടോ സിസ്റ്റം 1 and 2 ഉണ്ട്. ഓക്കെ, ഇത് ഫോട്ടോ സിസ്റ്റം 2, ഇത് ഫോട്ടോ സിസ്റ്റം 1. ഇവിടെ എങ്ങനെയാണ്? Z ഡയഗ്രാം ആണ്, Z പാറ്റേണിലാണ് ഇവിടെ ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത്. ഇപ്പൊ ഇതിനെ ഫോട്ടോ സിസ്റ്റം 2 എന്ന് പറഞ്ഞു. ഫോട്ടോ സിസ്റ്റം 2ല് ഫോട്ടോൺസ് ലൈറ്റ് എനർജി വന്നു, ആന്റിന കോംപ്ലക്സ് വഴി അല്ലെങ്കിൽ നേരിട്ട് ലൈറ്റ് ഹിറ്റ് ചെയ്തിട്ട് റിയാക്ഷൻ സെന്റർ എക്സൈറ്റഡ് ആയിട്ടുള്ള മോളിക്യൂള് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. അതിന് ഇവിടെ ഇലക്ട്രോൺ ആക്സെപ്റ്റിംഗ് കാരിയേഴ്സ് ഉണ്ട്, പ്ലാസ്റ്റോക്വിനോൺ, പിന്നെ B6F കോംപ്ലക്സ്, പ്ലാസ്റ്റോസയാനിൻ. ഓക്കെ, ഈ ഒരു കോംപ്ലക്സ് കൂടി പോകുന്ന സമയത്ത് ഹൈഡ്രജൻ പമ്പ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് അവിടെ സിന്തസൈസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ATP സിന്തസിസിന് എന്താണ് വേണ്ടത്? ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ആണ് ആവശ്യം. സോ ദിസ് ഗ്രേഡിയന്റ് ഈസ് മേക്കിംഗ് ബൈ B6F കോംപ്ലക്സ്. ദെൻ പ്ലാസ്റ്റോസയാനിൻ,
ദെൻ ഫോട്ടോ സിസ്റ്റം വണ്ണിലെത്തി. ഫോട്ടോ സിസ്റ്റം വണ്ണിന്റെ ഇവിടെയും എന്താണ് സെയിം കൈൻഡ് ഓഫ് ആക്സസറി ഫോട്ടോ യൂണിറ്റ് ആണുള്ളത്. ആന്റിന കോംപ്ലക്സും റിയാക്ഷൻ സെന്ററും ഒക്കെ ഉണ്ട്. ദെൻ ഇവിടെ ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ വേറെ എന്താ ഇലക്ട്രോൺ ആക്സെപ്റ്റിംഗ് യൂണിറ്റ് വഴി പാസ് ചെയ്തിട്ട് NADP റിഡക്റ്റേസ് NADPH റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ ഇലക്ട്രോൺ ഇസ് നോട്ട് കമ്മിങ് ബാക്ക് ഓവർ ഹിയർ. അതുകൊണ്ടാണ് ഇതിനെ സെറ്റ് ഡയഗ്രാം ഓഫ് ഫോട്ടോ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പോവാം. നോർമലി നമ്മളെ പ്ലാന്റ്സിലൊക്കെ നടക്കുന്നത് ഈ രണ്ട് ഫോട്ടോ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ ആണ്. ഫോട്ടോ സിസ്റ്റം 2 ആൻഡ് ഫോട്ടോ സിസ്റ്റം 1. ഫോട്ടോ സിസ്റ്റം 1 എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇലക്ട്രോൺസ് ഇവിടെ എന്താണ് ഒരു വാട്ടർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. H2O സ്പ്ലിറ്റ് ഇൻ ടു H+ ആൻഡ് O2, ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എ പെയർ ഓഫ് ക്ലോറോഫിൽസ് ഇൻ ദി റിയാക്ഷൻ സെന്റർ അബ്സോർബ് 2 photons of light. This excites 2 electrons that are transferred to plastoquinone. ഈ ഒരു ഇലക്ട്രോൺസ് എവിടേക്കാണ് പോകുന്നത്? അബ്സോർബ്സ് ടു പ്ലാസ്റ്റോക്വിനോണിലാണ് ഇത് എത്തുന്നത്. ഓക്കെ, ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി റിയാക്ഷൻ സെന്റർ പ്രൊഡ്യൂസസ് ആൻഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഈ ഒരു ഇലക്ട്രോൺ ലോസ് ഇവിടെ എന്താണ്? ഒരു ഇലക്ട്രോൺ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഓക്സിഡൈസിങ് വാട്ടർ. ഓക്കെ, സോ അങ്ങനെ വാട്ടർ ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ റിലീസ് ദിസ് ഇലക്ട്രോൺ. അങ്ങനെ ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള എന്താ മോളിക്യൂൾ വിൽ കം ബാക്ക് ടു ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഈ ഫോട്ടോൺസിൽ കൂടി എന്താ പറയാ കിട്ടിയിട്ടുള്ള ഇലക്ട്രോൺസ് പാസ് ചെയ്ത് പ്ലാസ്റ്റോക്വിനോൺ വഴി പാസ് ചെയ്ത് പ്ലാസ്റ്റോസയനിൻ വഴി അത് ഇറ്റ് വിൽ ട്രാൻസ്ഫർ ടു ഫോട്ടോ സിസ്റ്റം 1. ഓക്കെ, ഈ ഫോട്ടോ സിസ്റ്റം 1 എത്തുന്ന സമയത്ത് ഓൾറെഡി ഇവിടുത്തെ ഫോട്ടോ സിസ്റ്റം ക്യാൻ അബ്സോർബ് ലൈറ്റ് എനർജി ആൻഡ് ഇറ്റ് ഗോട്ട് എക്സൈറ്റഡ്. ഇവിടെയും എന്താണ് 2 pairs of 2 electrons are excited and it is passing through ferredoxin NADP reductase. Okay, ഈ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാനുള്ള ഇലക്ട്രോൺ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്ലാസ്റ്റോസയനിൻ. ഓക്കെ, സോ ഇത് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്നു. സോ ഈ ഒരു ഇലക്ട്രോൺ പാസ് ചെയ്ത് നമുക്ക് ഇവിടെ NADPH കിട്ടി. സോ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു 2 ഫോട്ടോ സിസ്റ്റം ഉണ്ട്. ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം ഉണ്ട്. പക്ഷെ ഓർഡർ വരുന്നത് ശരിക്കും ഓർഡർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ സിസ്റ്റം 2 പിന്നെ ആണ് ഫോട്ടോ സിസ്റ്റം 1ലേക്ക്. അതായത് ഇലക്ട്രോൺ ഫ്ലോ ശരിക്കും ഇങ്ങനെയാണ് നടക്കുന്നത്. 2ൽ നിന്ന് 1ലേക്കാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് ഫോട്ടോ സിസ്റ്റം 1ന്റെയും 2ന്റെയും പ്രത്യേകത, ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറയുന്നത് P700 എന്ന് പറയുന്നു. ബിക്കോസ് 700 നാനോമീറ്റർ ഈസ് ദി അബ്സോർപ്ഷൻ സ്പെക്ട്ര. ഫോട്ടോ സിസ്റ്റം 1ല് 700 നാനോമീറ്ററിലുള്ള എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ക്ലോറോഫിൽ A അസോസിയേറ്റഡ് വിത്ത് പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞില്ലേ റിയാക്ഷൻ സെന്റർ എന്താണ്? കോർ പ്രോട്ടീൻ എന്ന് പറയുന്നത് പിഗ്മെന്റ് പ്ലസ് പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീൻ ആരൊക്കെയാണ്? PSA-A ആൻഡ് PSA-B. ഫോട്ടോ സിസ്റ്റം 1ല് ക്ലോറോഫിൽ A is associated with the photosystem A and photosystem B. ഇനി ഫോട്ടോ സിസ്റ്റം 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 680 നാനോമീറ്റർ is the absorption spectra. And this chlorophyll A is associated with D1 and D2 protein. Okay, they are also the protein D1 and D2. They are very important. Okay, photosystem damage in the studies namakid important aanu. And also idhe statement idhe pole questions la vannittundu, true or false, adayithu pick the correct option ennu parnittu. So they avru mix up cheyum. In photosystem 1 chlorophyll A is combined with the D1 and D2. അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം 2ല് ക്ലോറോഫിൽ A is combined with PSA-A and PSA-B. അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് they will give the contradictory statement. So ഈ സെയിം ക്വസ്റ്റ്യൻ ഓൾറെഡി വന്നിട്ടുള്ളതാണ്. So you can expect same kind of questions again also. Okay, പിന്നെ എന്താണ് ഫോട്ടോ സിസ്റ്റം 1ല് ക്ലോറോഫിൽ Aയും ക്ലോറോഫിൽ Bയും ഈക്വൽ ആണ്. പക്ഷേ ഫോട്ടോ സിസ്റ്റം 2ല് ക്ലോറോഫിൽ A ആണ് കൂടുതലുള്ളത്. ക്ലോറോഫിൽ ബിനേക്കാളും ക്ലോറോഫിൽ A ആണ് കൂടുതലുള്ളത്. This photosystem can pass electrons to NADPH
similarly to the photosystem found in the sulfur bacteria. Okay, photosystem 1-ൽ നമ്മൾ സൾഫർ ബാക്ടീരിയയിൽ കണ്ടില്ലേ, ആ ഇലക്ട്രോൺ തിരിച്ച് photosystem 1-ലേക്ക് റിയാക്ഷൻ സെന്ററിലേക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, photosystem 1-നും അതേപോലെ തന്നെ എന്താണ് പറയാ, electrons to NADPH similarly to the photosystem found in the sulfur bacteria. ഇവിടെ എന്താണ് ചെയ്യുന്നത്, photosystem 2-ൽ എന്താണ് ചെയ്യുന്നത്, this photosystem can generate an oxidation potential high enough to oxidize water. Okay, photosystem 1-ൽ NADPH ആണ് reduce ചെയ്യുന്നത്, photosystem 2-ൽ water ആണ് oxidize ചെയ്യുന്നത്. സോ ഇതാണ് ഡിഫറൻസ്, രണ്ട് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. സോ അവരുടെ റിയാക്ഷൻ സെന്ററിലുള്ള കോർ പ്രോട്ടീൻസ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് പ്രോട്ടീൻസിന്റെ പേര് ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അതൊക്കെ. ഇനി ഇതിന്റെ അറേഞ്ച്മെന്റ്സ് നോക്കാം. സി നമ്മൾ ഇത് നിങ്ങൾ എങ്ങനെ ഇമാജിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിൽ തൈലക്കോയിഡ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തൈലക്കോയിഡും അടുത്ത സെറ്റും തമ്മിൽ ഇങ്ങനെ ലാമെല്ല വഴി കണക്റ്റഡ് ആണ്. ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ സ്ട്രോമ. ഈ സ്ട്രക്ചറിന്റെ എക്സ്പാൻഡഡ് സൂം ചെയ്ത വേർഷൻ ആണ് ഇത് ട്ടോ. ഇതൊക്കെ ഈ ഗ്രീൻ കളർ ഒക്കെ ഫോട്ടോസിസ്റ്റം 2 ആണേ, ഇതൊക്കെ ഫോട്ടോസിസ്റ്റം 2 ആണ്. ഈ ബ്ലൂ കളറൊക്കെ എന്താണ്, ഫോട്ടോസിസ്റ്റം 1 ആണ്. ഇത് ATP സിന്തേസ്. ഇതിന്റെ ഓർഗനൈസേഷൻ എങ്ങനെയാ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു അപ്രസ്ഡ് റീജിയൻ എന്ന് പറയും, അതായത് ഈ ഒരു തൈലക്കോയിഡ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ 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 വരുന്ന ഈ ഒരു റീജിയനിലാണ്, നോക്കൂ, ഈ ഒരു റീജിയനിൽ ആരാണ് കൂടുതലായിട്ടുള്ളത്, ഫോട്ടോസിസ്റ്റം 2. ഫോട്ടോസിസ്റ്റം 2 ആണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അല്ലേ. ഇവിടെ ഫോട്ടോസിസ്റ്റം 2 ഉണ്ട്, പക്ഷെ ഇവിടെ ആരെ കാണുന്നില്ല, ഫോട്ടോസിസ്റ്റം 1-നെ കാണുന്നേ ഇല്ല. ഫോട്ടോസിസ്റ്റം 1 എവിടെയാണുള്ളത്, ടുവേർഡ്സ് ദി ലൂമൻ അല്ലെങ്കിൽ ലാമെല്ലയിലും ഗ്രാനൽ ലാമെല്ലയിലും ഈ ഒരു ഏരിയയിലുമാണ് നമ്മൾ എന്ത് കാണുന്നത്, ഫോട്ടോസിസ്റ്റം 1-നെ നമുക്ക് കാണുന്നത്. ഫോട്ടോസിസ്റ്റം 1 is not present in the അപ്രസ്ഡ് റീജിയൻ എന്നാണ് പറയാ ട്ടോ. ഈ ഒരു റീജിയൻ, അതായത് നമ്മുടെ ഈ ഒരു രണ്ടെണ്ണം ഇങ്ങനെ ജോയിൻ ആവുന്ന സ്ഥലല്ലേ, ഇതിനാണ് നമ്മൾ അപ്രസ്ഡ് റീജിയൻ എന്ന് പറയുന്നത്. ഇറ്റ് is not found over here. Okay, photosystem 1 is not present in the uppressed region. Okay, പിന്നെ നോക്കിയാൽ തന്നെ കാണാം ഫോട്ടോസിസ്റ്റം 2 ആണ് ഫോട്ടോസിസ്റ്റം 1-നേക്കാളും കൂടുതൽ. സോ അവിടെ ഒരു റേഷ്യോ ഉണ്ട്. ഫോട്ടോസിസ്റ്റം 1 ഫോട്ടോസിസ്റ്റം 2:1 റേഷ്യോ എന്ന് പറയുന്നത് 1.5 to 1.5:1. അതായത് ഫോട്ടോസിസ്റ്റം 2 1.5 ഉണ്ടാവുമ്പോൾ ഫോട്ടോസിസ്റ്റം 1 ആകെ 1 ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു റേഷ്യോ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആൻഡ് ഓൾസോ അവരുടെ ലൊക്കേഷനും. നോക്കൂ, ഇത് ATP സിന്തേസ് ആണ് അല്ലെ. ഇത് നമ്മൾ ഈ ATP സിന്തേസ് എക്സ്പോസ്ഡ് ടു സ്ട്രോമ. ഓക്കെ, ഈ സ്ട്രോമയിലേക്കാണ് ഇവിടെ ഈ ഒരു ഏരിയ എന്താണ്, ഇതിനെയാണ് നമ്മൾ ലൂമൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലൂമനിലാണ് എന്താണ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവുന്നത്. ഈ ഒരു ഇത് നടക്കുന്ന സമയത്ത് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇവിടെ ഉണ്ടാവും. സോ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇവിടെ ഉണ്ടാവുന്ന സമയത്താണ് ഈ ATP സിന്തസിസ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ATP എവിടെയാണ് കിട്ടുന്നത്, സ്ട്രോമയില്. സോ ATP is getting over here. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ്സ് ഉള്ളത്. ഇപ്പം ഈ ATP സിന്തേസ് അപ്രസ്ഡ് റീജിയനിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കാൺട്ട് എന്താ പറയാ ഗീവ് ATP ഇല്ല. ATP നമുക്ക് എവിടെയാ വേണ്ടത്, സ്ട്രോമയിലാണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. Organization of the protein complexes of the thylakoid membrane. ആ ഡയഗ്രത്തിന്റെ ഡീറ്റെയിൽസ് ആണ്. Photosystem 2 is located predominantly in the stacked regions of the thylakoid membrane. Photosystem 1 and ATP synthesis are found in the unstacked regions protruding into stroma. പിന്നെ cytochrome B6F complexes are evenly distributed. This lateral separation of the two photosystems requires that electrons and protons produced by photosystem 2 be transported a considerable distance before they can be acted on by the photosystem 1 and ATP coupling enzyme.
ഈ ഒരു എന്താ പറയാ ആ ഒരു ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രോട്ടോൺ, അതായത് ഈ ഫോട്ടോസിസ്റ്റം 1ൽ നിന്ന് വരുന്ന പ്രോട്ടോൺസ് ഗ്രേഡിയന്റ് ATPയിൽ ചെന്നിട്ട് വേണം ആ ഒരു ATP സിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താണ് പറയാ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു സ്പാഷ്യൽ അറേഞ്ച്മെന്റ് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ATP സിന്തസിസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ്സ് ഉള്ളത്. മെക്കാനിസം ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്താണെന്നുള്ളത് നോക്കാം. Electrons ejected from chlorophyll travel through a series of electron carriers organized in the Z scale. Okay, നമ്മൾ അതിന്റെ ഒരു ഡയഗ്രാം കണ്ടു. ഇനി അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. Almost all the chemical processes that make up the light reactions of photosynthesis are carried out by 4 major protein complexes. ഏതൊക്കെയാണ്? Photosystem 2, the cytochrome BXF complex, photosystem 1 and the ATP synthase. ഇതാണ് 4 കോംപ്ലക്സുകൾ എന്ന് പറയുന്നത്. These 4 integral membrane complexes are vectorically oriented in the thylakoid membrane to function. അതായത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് തൈലക്കോയിഡ് മെംബ്രെയിനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫോട്ടോസിസ്റ്റം 2, സൈറ്റോക്രോം കോംപ്ലക്സ്, ഫോട്ടോസിസ്റ്റം 1 ആൻഡ് ATP സിന്തേസ്. നോക്കൂ, ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് ഇത് എന്താണ് തൈലക്കോയിഡ് മെംബ്രെയിൻ ആണ്, ഇതാണ് സ്ട്രോമ, ഇതാണ് ല്യൂമൻ. ഇവിടെ എന്താണ് ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ ഹൈ ആണ്. ഇതാ ഈ ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഹൈ ലോ. ഓക്കെ, നമുക്ക് ഫോട്ടോസിസ്റ്റം 2ലേക്ക് നോക്കാം. നമ്മുടെ ഫോക്കസ് ഇവിടെയാണ്. ഫോട്ടോസിസ്റ്റം 2 ആണ് നമ്മളെ ഫോക്കസ്. ഓക്കെ, ഫോട്ടോസിസ്റ്റം 2 ഓക്സിഡൈസസ് വാട്ടർ. ഓക്കെ, oxidizes water in the lumen and in the process releases photons into the lumen. Okay, ഈ photosystem 2ലുള്ള വാട്ടർ ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, പ്രോട്ടോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എവിടെയാണ്? ല്യൂമനിലാണ് ഇത് സംഭവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഈ സ്ട്രോമയിലുള്ള ഹൈഡ്രജൻ പ്രോട്ടോൺസും തിരിച്ചു വരുന്നുണ്ട്. എങ്ങനെയാണ് നോക്കൂ. നെക്സ്റ്റ് കോംപ്ലക്സ് എന്താണ്? സൈറ്റോക്രോം B6F. ഓക്കെ, സൈറ്റോക്രോം B6F റിസീവ്സ് ഇലക്ട്രോൺ ഫ്രം ഫോട്ടോസിസ്റ്റം 2 അല്ലെ. എങ്ങനെയാണ്? ഇവിടെ പ്ലാസ്റ്റോക്വിനോൺസ് ഉണ്ട്. ഈ പ്ലാസ്റ്റോക്വിനോൺസ് ആണ് ഈ ഇലക്ട്രോൺസ് സൈറ്റോക്രോം BF6ൽ എത്തിക്കുന്നത്. ബൈ ദ ടൈം വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് സ്ട്രോമയിലുള്ള ഹൈഡ്രജനെ, അതായത് പ്രോട്ടോണിനെയും അത് ല്യൂമനിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. സോ ഫോട്ടോസിസ്റ്റം 2 ഇലക്ട്രോൺസ് ത്രൂ പ്ലാസ്റ്റോക്വിനോൺ സൈറ്റോക്രോം B6Fൽ എത്തി. ഓക്കെ, ഇവിടുന്ന് ഇറ്റ് ഓൾസോ ട്രാൻസ്പോർട്ട്സ് അഡീഷണൽ പ്രോട്ടോൺസ് ഇൻ ടു ദ ല്യൂമൻ ഫ്രം ദി സ്ട്രോമ. എന്നിട്ട് ഈ സൈറ്റോക്രോം B6F ത്രൂ പ്ലാസ്റ്റോസയാനിൻ എവിടെ എത്തും? ഫോട്ടോസിസ്റ്റം 1ൽ എത്തും. ഫോട്ടോസിസ്റ്റം 1ൽ എന്താണ് നടക്കുന്നത്? അവിടെ NADPH ആയിട്ട് റെഡ്യൂസ് ചെയ്തു. സോ ഇതൊക്കെ നടക്കുന്നത് കണ്ടോ? ഇത് എവിടെയാണ് ഇതൊക്കെ നടക്കുന്നത്? സ്ട്രോമയിലാണ്. ഓക്കെ, സോ ഫോട്ടോസിസ്റ്റം 1ഉം ATP സിന്തേസും ഒക്കെ എന്താണ് സ്ട്രോമയിലേക്ക് പ്രൊട്രൂഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ ഇതൊക്കെ നമുക്ക് ഇനി കാൽവിൻ സൈക്കിൾ എവിടെയാണ് നടക്കുന്നത്? കാൽവിൻ സൈക്കിൾ സ്ട്രോമയിലാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ഫോട്ടോസിസ്റ്റം 1 എന്താ ചെയ്യുന്നത്? ഫോട്ടോസിസ്റ്റം 1 reduces NADP+2 NADPH in the stroma by the action of ferredoxin and the flavoprotein ferredoxin reductase. NADP reductase ആണ് ആ എൻസൈം. ഓക്കെ, NADP reductase എന്ത് ചെയ്യും? NADP-നെ NADPH ആയിട്ട് റെഡ്യൂസ് ചെയ്യും ഫോട്ടോസിസ്റ്റം 1ൽ. അപ്പൊ ഈ എന്താ ചെയ്യുക? ഈ ല്യൂമനിലുള്ള പ്രോട്ടോൺ എന്താ ചെയ്യുന്നത്? പ്രോട്ടോൺ ഗ്രേഡിയന്റ് എന്താണ് ചെയ്യുന്നത്? ATP synthase produces ATP as protons diffuse back through it from the lumen into stroma. ഈ ല്യൂമനിൽ നിന്ന് സ്ട്രോമയിലേക്ക് പ്രോട്ടോൺ ഗ്രേഡിയന്റ്, അതായത് ഹൈഡ്രജൻ പോകുന്ന സമയത്ത് ATP synthase will produce ATP. ഓക്കെ, ഇതാണ് നമ്മുടെ 4 കോംപ്ലക്സിന്റെ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. അത് സീക്വൻസ് മാർക്ക് ചെയ്ത് ഫോട്ടോസിസ്റ്റം 2 സൈറ്റോക്രോം B6F, ഫോട്ടോസിസ്റ്റം 1 ATP സിന്തേസ്. ഓക്കെ, ഇതേപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഓർഡർ
ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് ഈ അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഫോട്ടോ സിസ്റ്റം 2 ആണ്. അവിടുന്ന് എന്താണ് പ്ലാസ്റ്റോക്വിനോൺ ആണ്. പ്ലാസ്റ്റോക്വിനോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റോക്രോം B6F വരും, ദെൻ പ്ലാസ്റ്റോസയാനിൻ, ദെൻ ഫോട്ടോ സിസ്റ്റം 1. ഓക്കെ, ഇനി ഇതിന്റെ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെറ്റ് സ്കീം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സി, ഇതാണ് അതിന്റെ സെറ്റ് സ്കീം എന്ന് പറയുന്നത്. സി, ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് വരൂ കേട്ടോ. ദ എക്സൈറ്റഡ് ഫോട്ടോ സിസ്റ്റം 2 റിയാക്ഷൻ സെന്റർ ക്ലോറോഫിൽ P6800 സ്റ്റാർ, അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തി എന്നുള്ളതാണ്. ട്രാൻസ്ഫേഴ്സ് ആൻഡ് ഇലക്ട്രോൺ ടു ഫിയോഫൈറ്റിൻ. ഫിയോഫൈറ്റിനിലേക്കാണ് ഈ ഒരു എക്സൈറ്റഡ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്താ ഉണ്ടാവുന്നത്? ഓൺ ദി ഓക്സിഡൈസേഷൻ സൈഡ് ഓഫ് ഫോട്ടോ സിസ്റ്റം 2, അതായത് ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ എന്താ ഉണ്ടാവുന്നത് വെച്ചാല് ഇവിടെ ഓക്സിജൻ, അതായത് ഈ ഒരു വാട്ടർ സ്പ്ലിറ്റ് ചെയ്യും. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ് നിന്ന് ഇലക്ട്രോൺസ് ഈ ഫോട്ടോ സിസ്റ്റം 2ലേക്ക് എത്തും. On the oxidizing side of photosystem 2, അതായത് to the left of the narrow joining photosystem 600 oxidized by light is reduced by YZ that has received electrons from oxidation of water. അതായത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴുള്ള ഇലക്ട്രോൺസ് റിസീവ് ചെയ്തിട്ട് അത് ഇവിടെ P680 കൊടുക്കും. സോ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് അത് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. On the reducing side of photosystem 2, okay, എന്താണ് ഉണ്ടാവുന്നത്? ഈ ഇലക്ട്രോൺസ് എവിടേക്കാണ് പോകുന്നത്? ട്രാൻസ്ഫറിങ് ടു ഫിയോഫൈറ്റിൻ. ഫിയോഫൈറ്റിന് എന്താ ഉണ്ടാവുക? QA, QB. ഇതിന് എന്താണ്? പ്ലാസ്റ്റോക്വിനോൺസ് എന്നാണ് പറയുന്നത്. QA, QBനെ പ്ലാസ്റ്റോക്വിനോൺസ് എന്നാണ് പറയുന്നത്. ഇത് ഈ ഒരു ഓർഡർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. സോ എന്താണ്? ഫോട്ടോസിസ്റ്റം 2 ഫിയോഫൈറ്റിൻ, ദെൻ പ്ലാസ്റ്റോക്വിനോൺസ്. പ്ലാസ്റ്റോക്വിനോൺസ് എന്താണ് ഉണ്ടാവുന്നത്? സൈറ്റോക്രോം B6F കോംപ്ലക്സിലേക്കാണ് വരുന്നത്. അവിടുന്ന് പ്ലാസ്റ്റോസയാനിൻ നേരെ ഫോട്ടോസിസ്റ്റം 1ലേക്കാണ് വരുന്നത്. ഇനി ഇവിടെ അതായത് ഫോട്ടോസിസ്റ്റം 1ല് P700ല് ഫോട്ടോൺസ് വരുന്ന സമയത്ത് എക്സൈറ്റഡ് ആവും. സോ P700 സ്റ്റാറിലാവും. അവിടുന്ന് എന്താണ് ഉണ്ടാവുന്നത്? അവിടുന്ന് നേരെ അത് A0 ട്രാൻസ്ഫർ, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത് A0 എന്ന് പറയുന്ന ഒരു ക്ലോറോഫിൽ ആണ് കേട്ടോ. ദെൻ A1 അതൊരു ക്വിനോൺ ആണ്. പിന്നെ എന്താണ്? സീരീസ് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് അയൺ സൾഫർ പ്രോട്ടീനിൽ കൂടി ആണ് പിന്നെ ഇലക്ട്രോൺസ് എല്ലാം പാസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്താണ്? ദെൻ എവിടെ എത്തും? ഫ്ലാവോ പ്രോട്ടീൻ ഫെറിഡോക്സിൻ റിഡക്ടേസിൽ എത്തും. എന്നിട്ട് അവിടുന്ന് NADP+നെ NADPH ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഗോ ഫോർ ദി കാൽവിൻ സൈക്കിൾ. ഇതാണ് ഈ ഇലക്ട്രോൺ ഫ്ലോ. ഈ ഒരു സീക്വൻസ് മറക്കാനേ പാടില്ല. ഫോട്ടോസിസ്റ്റം 2 P6800 ഫിയോഫൈറ്റിൻ, ക്വിനോൺസ്, സൈറ്റോക്രോം, പ്ലാസ്റ്റോസയാനിൻ, ദെൻ അടുത്ത സിസ്റ്റം A0, A1 അയൺ സൾഫർ കോംപ്ലക്സ്, പിന്നെ ഫെറിഡോക്സിൻ റിഡക്ടേസ്, NADP+ and NADPH. ദിസ് ഈസ് ദി ഓർഡർ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ തൈലക്കോയിഡിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. തൈലക്കോയിഡില് ഫോട്ടോസിസ്റ്റം 2, ഫോട്ടോസിസ്റ്റം 1 എങ്ങനെയാ ക്വിനോൺസ്, എങ്ങനെയാണ് ഇലക്ട്രോൺ ഫ്ലോ ഒക്കെ ഡിപ്പിക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടിയിട്ട് തൈലക്കോയിഡിന്റെ ഈ ഒരു ല്യൂമനും സ്ട്രോമയിലും ഉള്ള ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ആണ്, ല്യൂമനിലുള്ള പ്രോട്ടോൺ ഗ്രേഡിയന്റ് ആണ് ATP സിന്തസൈസ് ചെയ്യുന്നത്. എവിടെ? സ്ട്രോമയിൽ ATP സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഹെർബിസൈഡ്സ് ഉണ്ട്. ഈ ഇലക്ട്രോൺ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഈ ഒരു ഇലക്ട്രോൺ ഫ്ലോ മനസ്സിലായപ്പോൾ നമ്മൾ അവിടെ ഹെർബിസൈഡ്സ് യൂസ് ചെയ്യാറുണ്ട്. കൃഷിസ്ഥലങ്ങളിൽ ഹെർബിസൈഡ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏക്കേഴ്സ് കണക്കിനുള്ള സ്ഥലങ്ങൾ നമ്മളൊരു പ്ലാന്റേഷൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അവിടെയൊക്കെ എന്ത് ചെയ്യും? ഹെർബിസൈഡ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഹെർബിസൈഡ്സ് എന്തിനാണ്? ടു റിമൂവ് വീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവാണ്ടഡ് പ്ലാന്റ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് മാനുവലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്ലക്ക് ഈച്ച് ആൻഡ് എവറി പ്ലാന്റ്. ഓക്കെ, സോ ലാർജ് ഏരിയയിൽ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ യൂസ് ഹെർബിസൈഡ്സ്. അതിന്റെ ആക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് രണ്ട് ഹെർബിസൈഡ്സ് ആണുള്ളത്, DCMU ആൻഡ് പാരക്വറ്റ്. ഇതൊക്കെ
ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. ഇത് പല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ട്രൂ ഓർ ഫോൾസ് ഒക്കെ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, DCMU ആൻഡ് പാരക്വറ്റ്. DCMU എവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ സിസ്റ്റം 2 എന്താണ് പറയാ, നമുക്ക് നോക്കാം. കെമിക്കൽ സ്ട്രക്ചർ ഓഫ് ഡൈക്ലോറോഫീനൈൽ ഡൈമീഥൈൽ യൂറിയ, ഇതിനാണ് നമ്മൾ DCMU എന്ന് പറയുന്നത്. ആൻഡ് മീഥൈൽ വയലേജൻ പാരക്കറ്റ്, 2 herbicides that block photosynthetic electron flow. Okay, DCMU is also known as diuron. എങ്ങനെയാണ് ഇതിന്റെ ആക്ഷൻ നോക്കാം. Sites of action of the 2 herbicides. DCMU blocks electron flow at the quinone acceptors of photosystem 2. Okay, by competing for the binding site of plastoquinone. അതായത് ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ആ ഒരു ഇലക്ട്രോൺ ഫ്ലോ അവിടെ ബ്ലോക്ക് ആവുക ചെയ്യുന്നത്. ആ ഒരു ഇലക്ട്രോൺ ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഇവിടെ ല്യൂമനിലുള്ള പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇല്ലാതാവും. അങ്ങനെ ATP ഇല്ലാതാവും. അങ്ങനെ ഗ്രാജുവലി പ്ലാന്റ് വിൽ ഡൈ. ഓക്കെ, ഇനി പാരക്കറ്റ് എന്താ ചെയ്യുന്നത്? പാരക്കറ്റ് ആക്ട് ആസ് ആക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസ് ഫ്രം ദി ഏർലി ആക്സെപ്റ്റേഴ്സ് ഓഫ് ഫോട്ടോസിസ്റ്റം 1. ഓക്കെ, ഫോട്ടോസിസ്റ്റം 1 എന്നുള്ള ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക? NADP+ ഉണ്ടാവുന്നതേ ഇല്ല. ഓക്കെ, അങ്ങനെ കാൽവിൻ സൈക്കിൾ കംപ്ലീറ്റ് ആവില്ല. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. യു ക്യാൻ എക്സ്പെക്ട് സച്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഇലക്ട്രോൺ ഫ്ലോയില് വി ആർ യൂസിങ് പാരക്കറ്റ്, പക്ഷെ അവിടെ ATP സിന്തസിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലേ? ബിക്കോസ് പാരക്കറ്റ് എവിടെ എഫക്ട് ചെയ്യുന്നത്? ഫോട്ടോസിസ്റ്റം 1ലാണ്. ഓക്കെ, എഫക്ട് ചെയ്യുന്നത്. ഇവിടെ അത് എഫക്ട് ചെയ്യുന്നില്ല. സോ ഈ ഒരു സൈറ്റോക്രോം കൂടിയുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ടാവുന്ന സമയത്ത് ല്യൂമനില് എന്താണ്, പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ATP സിന്തസിസ് നടക്കും. പക്ഷെ അവിടെ ഓൺലി ATP സിന്തസിസ് മാത്രമേ നടക്കുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് ഇനഫ് ടു സർവൈവ് ദി പ്ലാന്റ് അല്ലേ? NADPH ആവശ്യമാണ് ഫോർ കാൽവിൻ സൈക്കിൾ. പക്ഷെ പാരക്കറ്റ് ഒരിക്കലും ഇങ്ങനെ ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കില്ല. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുകൊണ്ട് നമ്മൾ വളരെ മനസ്സിരുത്തിയിട്ട് കോൺസെപ്റ്റ് മനസ്സിലേക്ക് അബ്സോർബ് ചെയ്യുക. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഈ ഒരു ഡയഗ്രാം മനസ്സിലുണ്ടാക്കിയാൽ മാത്രം മതി. DCMU ഫോട്ടോസിസ്റ്റം 2ലും പാരക്കറ്റ് ഫോട്ടോസിസ്റ്റം 1ലും ആണ് ഉള്ളതെന്ന് മാത്രം. സോ ഈ ഒരു ഡയഗ്രാം ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു സൈറ്റോക്രോം കൂടിയാണ് നമുക്ക് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ ATP ഷുവർ ആണ്. സോ ആ ഒരു ഡയഗ്രാം ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കാം. ദെൻ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഒരു സ്കീമും കൂടി ഉണ്ട്. നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ഫോട്ടോസിസ്റ്റം മാത്രം, സിംഗിൾ ഫോട്ടോസിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള ഇതിനാണ് നമ്മൾ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രൊകാരിയോട്സിൽ കൂടുതലായിട്ട് കാണും. നമ്മൾ കണ്ടു അല്ലെ, പ്രൊകാരിയോട്സിൽ കണ്ടു. പക്ഷേ സം കേസസ് വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ പ്ലാന്റ്സ് ഓൾസോ. എന്തിനാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻവോൾവ് ചെയ്യുന്നത് ഫോട്ടോസിസ്റ്റം 1 ആണ്. ഫോട്ടോസിസ്റ്റം 1 എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് തിരിച്ച് ഫോട്ടോസിസ്റ്റം 1ലേക്ക് തന്നെയാണ് വരുന്നത്. Pigment absorb light energy and excite electron of chlorophyll A to produce ATP. അപ്പൊ എന്താണ് ഈ ഒരു സമയത്ത് എന്താണ്, ATP മാത്രമേ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് NADPH ഉണ്ടാവുന്നില്ല. NADPH is not producing during cyclic photophosphorylation. ഇത് ആക്ച്വലി പ്ലാന്റ്സിൽ എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, കാൽവിൻ സൈക്കിള് വേണ്ട എന്നുണ്ടെങ്കിൽ, കാൽവിൻ സൈക്കിൾ സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ maybe they are using this cyclic photophosphorylation may be using by plant to stop the Calvin cycle. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോ മാത്രമാണ് നടക്കുന്നത്, അത് എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ നന്നായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ ഒന്ന് ഡിഫറൻസ് മാത്രം നോക്കാം, സൈക്ലിക്കും നോൺ സൈക്ലിക്കും തമ്മിലുള്ളത്. നോൺ സൈക്ലിക് എന്താണ്? ഇലക്ട്രോൺസ് ഡു നോട്ട് കം ബാക്ക് ടു ദ സെയിം മോളിക്യൂൾ. സൈക്ലിക്കില് ഇലക്ട്രോൺസ് കം ബാക്ക് അല്ലെ. ഫസ്റ്റ് ഇലക്ട്രോൺ ഡോണർ വാട്ടർ ആണ്. ഇവിടെ എന്താണ്? ഫോട്ടോസിസ്റ്റം 1 ആണ് ഇലക്ട്രോൺ ഡോണർ. ഇവിടെ ഫോട്ടോസിസ്റ്റം 1ഉം 2ഉം ഇൻവോൾവ് ആണ്. സൈക്ലിക്കില് ഫോട്ടോസിസ്റ്റം 1 മാത്രമേ ഇൻവോൾവ് ഉള്ളൂ.
ലാസ്റ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ NADP ആണ്. പക്ഷെ ഇവിടെ തിരിച്ച് ഫോട്ടോസിസ്റ്റം 1 തന്നെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. നെറ്റ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? ATP യും NADPH ആണ് ആൻഡ് ഓക്സിജൻ. ഇവിടെയോ ATP മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ സൈക്ലിക്കിൽ. സോ ഈ ഒരു പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. സോ യു ക്യാൻ ആൻസർ ഈസിലി ദി ക്വസ്റ്റ്യൻസ്. ദെൻ ലാസ്റ്റ് വരുന്നത് ഫോട്ടോ ഇൻഹിബിഷൻ ആണ്. ഫോട്ടോ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിഗ്മെന്റ്സിന് ഡാമേജസ് സംഭവിക്കാം. ഓക്കെ, ഹൈ റേഡിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോൺസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് എന്താണ് പറയാ, ഗ്രാജുവൽ ആയിട്ട് അത് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഡിലേ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദിസ് വിൽ ഡാമേജ് ദി photo system. It is called photo inhibition. എന്താണെന്ന് നോക്കാം. Sunlight damages photosynthetic machinery, primarily photosystem 2. Okay, and causes photo inhibition that can limit plant photosynthetic activity, growth and productivity. അല്ലെ, photosynthesis നടന്നില്ലെങ്കിൽ എഫക്ട് ചെയ്യുക ഗ്രോത്തും പ്രൊഡക്ടിവിറ്റി ആണ്. The extent of photo inhibition is associated with a balance between the rate of photo damage and its repair. Okay, damage ആവുന്നതിനനുസരിച്ചിട്ട് തന്നെ അവിടെ റിപ്പയറും നടക്കുന്നുണ്ട്. Okay, in excess, light energy can lead to the production of toxic species such as superoxide, singlet oxygen and peroxide. And damage can occur if the light energy is not dissipated safely. അതാണ് അതിന്റെ കാര്യം. It is not dissipated safely വരുമ്പോഴാണ് ഈ ഒരു ഡാമേജ് ഉണ്ടാവുന്നത്. Okay, when the energy stored in chlorophylls is excited state is rapidly dissipated by excitation, transfer or photochemistry, the excited state is said to be quenched. അതായത് ഇതാണ് നോർമൽ പ്രോസസ്സ് അല്ലെ. ഈ ഒരു മോളിക്യൂൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തും, തിരിച്ച് അത് എക്സൈറ്റഡ് എന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കും വരും. ഇതിനെയാണ് ക്വെഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്വെഞ്ചിങ് നടന്നിട്ടില്ലെങ്കിൽ ആണ് നമുക്ക് ഡാമേജ് സംഭവിക്കുന്നത്. If the excited state of chlorophyll is not rapidly quenched by excitation, transfer or photochemistry, it can react with the molecular oxygen to form an excited state of oxygen called singlet oxygen. The extremely reactive singlet oxygen goes on to react with and damage many cellular components, especially lipids. അപ്പോൾ അവിടെ കെരാറ്റിനോയിഡ്സ് ഉണ്ട്. കെരാറ്റിനോയിഡ്സ് exert their photoprotective action by rapidly quenching the excited state of chlorophyll. Okay, അവിടെയാണ് കെരാറ്റിനോയിഡ്സിന്റെ റോള് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് പഠിച്ചു കെരാറ്റിനോയിഡ്സിന്റെ ഫോട്ടോ പ്രൊട്ടക്റ്റീവ് ആക്ഷനും ഉണ്ട് എന്ന്. ഹൗ ദേ ആർ ഡൂയിങ് ഈസ് ദേ ആർ ക്വെഞ്ചിങ് ദി എക്സൈറ്റഡ് ക്ലോറോഫില്ലിനെ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് ആ ഒരു സ്നാച്ചിങ് ഔട്ട് ഈസ് ഡൺ ബൈ കെരാറ്റിനോയിഡ്സ്. Okay, carotenoids serve as photoprotective agents. Some xanthophylls also participate in energy dissipation. Okay, നമ്മൾ പറഞ്ഞു അല്ലേ, ഇത് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു എനർജി ട്രാൻസ്ഫർ ആണ്. സോ ആ ഒരു സമയത്ത് ഹീറ്റ് എനർജി ആയിട്ടാണ് ഹീറ്റ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ xanthophylls also have some role in energy dissipation. Okay, നമ്മൾ കണ്ടു ഫോട്ടോസിസ്റ്റം 2. ഫോട്ടോസിസ്റ്റം 2 ആണ് ഡാമേജ് ആവുന്നത് എന്ന് കണ്ടു. ഫോട്ടോസിസ്റ്റം 2ലുള്ള പ്രോട്ടീൻസ് ഏതൊക്കെയായിരുന്നു? D1 ആൻഡ് D2. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ ഇത് പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻസ്. When D1 is damaged by excess light, it must be removed from the membrane and replaced with a newly synthesized molecule. ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. സോ ഈ നമ്മൾ കണ്ടില്ലേ, ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അല്ലെങ്കിൽ സിംഗ്ലറ്റ് ഓക്സിജൻ ഈസ് ഡാമേജിങ് ദി പ്രോട്ടീനെയാണ് ഡാമേജ് ചെയ്യുന്നത്. സോ പ്രോട്ടീൻ ഡാമേജ് ചെയ്യുന്ന സമയത്ത് അത് അതിന്റെ നോൺ ഫങ്ഷണൽ മോഡിലേക്ക് ആയിപ്പോവും. ഓക്കെ, സോ വിത്ത് ദിസ് പ്രോട്ടോൺ ഓൺലി ഈ ഒരു പിഗ്മെന്റിന് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു പ്രോട്ടീൻ ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ് ആൻഡ് റീപ്ലേസ്ഡ്. റിമൂവും ചെയ്യണം, അതിനെ റീപ്ലേസും ചെയ്യണം. ഇത് രണ്ടും ഡാമേജും റീപ്ലേസ്മെന്റും ഈക്വൽ സ്പീഡിലായാലേ നമുക്ക് ബാലൻസ് ചെയ്ത് പോവാൻ പറ്റുള്ളൂ. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആക്റ്റീവ്, ഓക്കെ, ഇത് നമ്മളെ ഫോട്ടോസിസ്റ്റം 2 ആണ്, ആക്റ്റീവ് ആണ്. സോ ഫോട്ടോ ഇൻഹിബിഷൻ നടന്നു. ഇൻഹിബിഷൻ നടക്കുന്ന സമയത്ത് ഈ ഫോട്ടോസിസ്റ്റം
ടു ഇനാക്റ്റീവ് മോഡിലേക്ക് ആയി. എങ്ങനെയാണ് ഇനാക്റ്റീവ് മോഡ് ആവുന്നത്? D1 ആണ് ഡീഗ്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഫോട്ടോ സിസ്റ്റം 2 വിത്തൗട്ട് D1 ആയി. സോ ഇറ്റ് കാൺ ഡു എനിത്തിങ്. സോ ഇനി എന്താ ചെയ്യുക? അപ്പൊ ഇത് സിഗ്നൽ ആണ്. ഫോട്ടോ സിസ്റ്റം 2 വിത്തൗട്ട് D1 ഈസ് ദി സിഗ്നൽ ഫോർ ദി സിന്തസിസ് ഓഫ് D1. D1 സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ ആണത്. ഓക്കെ, അങ്ങനെ D1 സിന്തസിസ് ആക്ടിവേഷൻ നടക്കും. എന്നിട്ട് ആക്റ്റീവ് മോഡിലേക്ക് പോവും. ഈ ലിങ്കോമൈസിൻ പോലുള്ള ആന്റിബയോട്ടിക്സ് ഈ ഒരു ആക്ഷൻ, അതായത് D1 സിന്തേസ് ആക്ടിവേഷനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ലിങ്കോമൈസിൻ. അപ്പം ഫോട്ടോ ഇൻഹിബിഷൻ നടന്നു കഴിഞ്ഞിട്ട് D1 റിപ്പയർ ചെയ്ത് ആക്റ്റീവ് മോഡിലേക്ക് വരില്ല. അത് എപ്പോഴും ഇനാക്റ്റീവ് മോഡിൽ തന്നെ നിൽക്കും. സോ ലിങ്കോമൈസിൻ ഈസ് one of the antibiotic which is preventing this D1 synthesis and activation. Okay, so ഇതിന് ഇത്രയാണ് നമ്മളെ ഫോട്ടോ ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഒരു എ പാർട്ടിന്റെ ഒരു ഹാഫ് പോർഷൻ നമ്മൾ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ കാർബൺ അസിമിലേഷൻ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ലൈറ്റ് ഡിപ്പെൻഡന്റ് റിയാക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. പിഗ്മെന്റ്സിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി, അവരുടെ അറേഞ്ച്മെന്റ്സ് മനസ്സിലാക്കി, അവരുടെ റോള് മനസ്സിലാക്കി, ഹെർബിസൈഡ്സിന്റെ മോഡ് ഓഫ് ആക്ഷൻ കണ്ടു, ഫോട്ടോ ഇൻഹിബിഷൻ കണ്ടു, ഹൗ ദേ ആർ റിപ്പയറിംഗ് ആൻഡ് ഡാമേജ് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതും കണ്ടു. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും നന്നായിട്ട് ഈ ഒരു പോർഷൻസ് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ. Kindly like our channel, subscribe our channel and share this information with your friends. Okay, all the best for your studies. See you in the next class. Thank you so much.